താങ്ക് യു സോ മച്ച്. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ആമേൻ. അനുഗ്രഹീതമായ നല്ല ആമേൻ പകൽക്കാലത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ആമേൻ കർത്താവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം എളിയവൻ്റെ ജീവിതത്തിലും ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. സന്തോഷമുള്ളവർ ആ കരം ഉയർത്തി ദൈവത്തിനെ ചിരിച്ച മുഖത്തോടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ. കർത്താവിലേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനി പാസ്റ്റർ, ലിനി ആൻറ്റി, ആമേൻ, മറ്റ് അഭിഷക്തന്മാർ, പ്രിയ ജോഷി പാസ്റ്റർ കുടുംബം, മറ്റ് ലീഡേഴ്സ്, എല്ലാ ആമേൻ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പരിചിതമായ ഒത്തിരി മുഖങ്ങൾ ഇവിടെ ഉണ്ട്. ആമേൻ. ഇടയ്ക്കൊരു ഞായറാഴ്ചയിൽ ഇവിടെ വന്ന് ആമേൻ ആരാധിക്കാൻ സാധിച്ചെങ്കിലും ശുശ്രൂഷിപ്പാനായി ഇന്ന് പകലിൽ കടന്നു വരുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതോർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ ചിരിച്ച മുഖത്തോടെ നല്ലൊരു ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങൾ കരഞ്ഞാൽ ഞങ്ങൾ കരയും, നിങ്ങൾ ചിരിച്ചാൽ ഞങ്ങൾ ചിരിക്കും. കാരണം ആമേൻ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നത്. അതുകൊണ്ട് ആമേൻ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറി ദൈവിക സമാധാനവും സൗഖ്യവും പ്രാപിച്ചവരായി മടങ്ങിപ്പോകാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുഖവരകളൊന്നും പറയാതെ വേഗത്തിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവശബ്ദം അത് വേഗത്തിൽ നിങ്ങളുമായി കൈമാറി പ്രാർത്ഥിക്കട്ടെ. അതിനാധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായി പോകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37-38. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. മതി, ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവശബ്ദം അതാണ്. ആമേൻ. ജീവനദി, ദൈവത്തിൻ്റെ നദി, ജീവൻ കൈമാറുന്ന നദി. വിശ്വസിക്കുന്നവരൊരാമേൻ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ സാന്നിധ്യം എവിടെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം ജീവൻ്റെ തുടിപ്പുകൾ വെളിപ്പെടും. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവദാസൻ മുമ്പ് അത് തന്നെയാണ് പറഞ്ഞ് നിർത്തിയത്. അതിലേക്ക് വേഗത്തിലൊന്ന് തൊട്ട് നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് പോകുകയാണ്. ആത്മാവിൻ്റെ ആമേൻ ശക്തി എവിടെല്ലാം ഉണ്ടോ അവിടെ ചലനങ്ങൾ നടക്കും. ആത്മാവിൻ്റെ സാന്നിധ്യം എവിടെല്ലാം വെളിപ്പെടുമോ അവിടെ ദൈവപ്രവർത്തികൾ നടക്കും. യെഹെസ്കേൽ വായിക്കേണ്ട. യെഹെസ്കേൽ പ്രവചനം 47-ാമത്തെ അധ്യായത്തിലാന്ന് തോന്നുന്ന ഒരു വാക്യമുണ്ട്. ഒരുവൻ ചരടുമായി വന്നു 1000 മുഴം അളന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. ഒരുവൻ ചരടുമായി വന്നു, ആമേൻ, 1000 മുഴം അളന്നു. ആമേൻ, ആമേൻ. വെള്ളം പാദത്തോളമായി. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളം മുട്ടോളമായി. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളം അരയോളമായി. തീർന്നില്ല. വീണ്ടും 1000 മുഴം അളന്നു, വെള്ളം ശിരസിന് മീതെ ഉയരാൻ തുടങ്ങി. അർത്ഥാൽ ആമേൻ നിൽക്കുന്ന വ്യക്തിയുടെ പാദങ്ങൾ തറയിൽ ഉറയ്ക്കാതെയായി. ഈ നദിയെ വിളിക്കുന്ന പേരാണ് ജീവൻ്റെ നദി. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ഇത് ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളുണ്ട്. തീർന്നില്ല. ഇത് ചെല്ലുന്നിടത്തെല്ലാം ഇരു കരകളിലും വൃക്ഷങ്ങൾ വളരാൻ തുടങ്ങി. തീർന്നില്ല. ഇത് പോകുന്നിടത്തെല്ലാം രോഗശാന്തിക്ക് ഉതകുന്ന വൃക്ഷങ്ങൾ വളരാൻ തുടങ്ങി. അർത്ഥാൽ ഏത് വളരത്തില്ലെന്ന് പറഞ്ഞെടുത്തും ജീവൻ്റെ നദി ഒഴുകിയാൽ. നിങ്ങൾ മിണ്ടാത്തത് കൊണ്ട് ഒന്നുകൂടെ പറയുന്നു, നിന്നെ വളർത്തത്തില്ലെന്ന് പറഞ്ഞവന്റെ നടുവിൽ, നിന്നെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞവന്റെ നടുവിൽ ഈ നദി ഒഴുകാൻ തുടങ്ങിയാൽ നിന്റെ വളർച്ചയെ തടയാൻ, നിന്റെ ഉയർച്ചയെ തടയാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയില്ലെന്ന് ഈ പ്രാരംഭത്തിൽ ഞാൻ ദൂത് പറഞ്ഞാൽ. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് യോബ് 14:7-8 എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയുന്ന വാക്കുകളെ കാണാതെ യോബ് 14:7-8 വാക്യങ്ങൾ പറയുന്ന, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് വീണ്ടും എന്ത് ചെയ്യും? പൊട്ടിക്കിളിർക്കും. ചേർന്ന് പറ, വീണ്ടും പൊട്ടിക്കിളിർക്കും. എന്ന് പറഞ്ഞാൽ ചില മുറിവുകൾ ഏറ്റാലും നീ തകരുകയല്ല, നീ വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ ഏതൊക്കെ ശക്തികൾ നിന്നെ മുറിവേൽപ്പിക്കാൻ നോക്കിയാലും നീ നിൽക്ക്. കർത്താവിൻ്റെ അഭിഷക്തന്മാരെ,
വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആ ദൂതിലേക്കൊന്ന് വന്നോട്ടെ. അഭിഷക്തന്മാരെ, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് നൽകിയ ദൈവശബ്ദമാ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ഒരു അസൂയം കൂടാതെ ആമേൻ ആമേൻ. എൻ്റെ ജേഴ്സിനിടയ്ക്ക് പറയും, എന്ത് കിട്ടുമെന്നുള്ളതല്ല, എന്ത് കൊടുക്കുമെന്നുള്ളതാണ് വിഷയം. നമ്മളെ കൊണ്ട് എന്ത് കൊടുക്കാൻ പറ്റും, അത് വളരെ ആമേൻ 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 സമയമെടുത്ത് നിങ്ങളിലേക്ക് ആമേൻ അത് കൈമാറണമെന്ന് എനിക്കൊരാഗ്രഹമുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടിരിക്കണേ. ആമേൻ. വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. ചിലരൊക്കെ നിന്നെ വെട്ടിയെങ്കിൽ ഇന്ന് പകൽ ആമേൻ പറയണം. എൻ്റെ ദൂതിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് പറയാ, ചിലരൊക്കെ നിനക്കെതിരെ എഴുന്നേറ്റതിന് നീ ആമേൻ പറയണം. കർത്താവിൻ്റെ ദാസൻ ബ്ലസൻ മേമനെ എഴുതിയൊരു പാട്ടുണ്ട്, നാഥാ എല്ലാ തോൽവികൾക്കും നാഥാ പറ നന്ദി, എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. അതില്ലായിരുന്നെങ്കിൽ നിന്റെ മുഖം കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് പകലിൽ അഗ്നിശോധനയെങ്കിൽ അപൂർവ കാര്യം സംഭവിച്ചു എന്നോർത്ത് നീ ആശ്ചര്യപ്പെടരുത്. അത് നിന്നെ തകർക്കാനല്ല, മറിച്ച് നീ എന്ന ആയുധത്തെ പുറത്തു കൊണ്ടുവരാനാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കും. ആമേൻ. അപ്പോ യോബ് 14:7-8 പറയുകയാണ്, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും, ഇളം കൊമ്പുകൾ വിടരാതിരിക്കത്തില്ല. അടുത്ത വേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ വേർ മണ്ണിനടി പഴകിപ്പോയാലും കുറ്റി നിലത്തുണങ്ങിപ്പോയാലും സെൻഡ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഗന്ധം, അത് കിളിർക്കും. നിങ്ങൾ അതിനൊരു ആമേൻ പറഞ്ഞില്ല? ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ ഉണങ്ങിപ്പോയ വേരിനെ കിളിപ്പിക്കാൻ നദി ഒഴുക്കുമെന്നല്ല യോബിനോട് ദൈവം പറഞ്ഞേ. ആമേൻ. യോബിനോട് ദൈവം പറയാ, ആ നദിയുടെ ഗന്ധം മതി, സെൻഡ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ മണം മതി എന്ന്. ശ്രദ്ധിച്ചേ. അങ്ങനാണെങ്കിൽ 1-ാം സങ്കീർത്തനം പറയുന്നു, പറ. 1-ാം സങ്കീർത്തനം കാണാതറിയാവുന്നവർ പറ. ദുഷ്ടന്മാരെ വിടുന്ന, എത്ര നാളെ ഈ ദുഷ്ടന്മാരെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്ത വീട് പറ. ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. എന്താ നീ വാടാത്തത്? എന്താ നീ തകരാത്തത്? നീ നിൽക്കുന്നത് ആത്മാവാകുന്ന നദി. ദേശാധിപതികൾ നോക്കി, പൈശാചിക മണ്ഡലങ്ങൾ നോക്കി, ആഭിചാരങ്ങൾ നോക്കി, മന്ത്രവാദികൾ നോക്കി, ആമേൻ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ നോക്കി, പക്ഷെ നീ തീർന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നീ നിൽക്കുന്നത് ആത്മാവാകുന്ന നദിക്കകത്താണ്. ആത്മാവാകുന്ന നദിക്കകത്താണ്. ആത്മാവാകുന്ന നദിക്കകത്താണ്. ഇന്ന് പകലിൽ എൻ്റെ പ്രസംഗം നിങ്ങൾ ആമേൻ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തുറന്ന മനസ്സോടെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. നിന്നെ വാട്ടിക്കളയാം, നിന്നെ ഇല്ലാതാക്കാൻ, നിന്നെ മുടിച്ചു കളയാം, നിന്നെ തകർത്ത് കളയാൻ ദേശാധിപത്യ മണ്ഡലങ്ങൾ, കഠിനമായ ചൂടേറിയ തീച്ചൂളകൾ നിന്റെ ജീവിതത്തിൽ ആഴത്തിൽ കടത്തിവിടുമ്പോൾ ഇന്ന് പകലിൽ ദൈവജനം ആത്മാവിൽ പറ, എന്നെ തകർക്കാൻ കഴിയില്ല. കാരണം ഞാൻ നിൽക്കുന്നത് ആത്മാവാകുന്ന നദി. ഇവിടെ നിന്ന് ദൈവവചനം സംസാരിക്കുന്ന അഭിഷക്തന്മാരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചേ, വേദന ഇല്ലാഞ്ഞിട്ടാണോ? ഭാരം ഇല്ലാഞ്ഞിട്ടാണോ? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല. എന്താ ഈ വൃക്ഷത്തിന്റെ ഇല വാടാത്തത്? പണ്ട് KPS മേനോനെ വെച്ച് ഞാനൊന്ന് പ്രസംഗിച്ചതാ. എന്താ ഇല വാടാത്തത്? ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുന്നത് ആരാ? വൃക്ഷ. നിങ്ങളല്ല, വൃക്ഷ. ആമേ. നമ്മളെന്താ വെയിൽ കൊള്ളുന്നത്? നല്ല AC റൂമിനകത്തിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുന്ന ആരാ? ഉറക്കപ്പറ. കോട്ടയത്തല്ലേ ഞാൻ പ്രസംഗിക്കുന്നേ? ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളുന്ന ആരാ? വൃക്ഷമാ. പക്ഷെ അതിന്റെ കീഴിലോട്ടൊന്ന് കയറി നിന്ന് നോക്കിക്കേ, എന്തെന്നില്ലാത്തൊരു തണുപ്പില്ലേ? അതിനെന്താ അർത്ഥം എന്നറിയാം? മുകളിൽ ചുട്ടുപൊള്ളുന്ന വെയിൽ അടിക്കുന്നുണ്ടെങ്കിലും ഇല വാടാത്തതും തണുപ്പ് കൊടുക്കുന്നതിനും കാരണം എന്നാണെന്നറിയാമോ? ആമേൻ. ആരും അറിയാതെ വേരാഴത്തിൽ ആത്മാവാകുന്ന നദിക്കകത്ത് നിൽക്കുന്നത് കൊണ്ട്. കഷ്ടത ഇല്ലാത്തത് കൊണ്ടല്ല കരയാത്തത്, വേദന ഇല്ലാത്തത് കൊണ്ടല്ല കരയാത്തത്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിൽക്കുന്നത് ആത്മാവിന്റെ നദിക്കകത്ത്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് പ്രതികരിച്ചേ. നീ തകരാത്തത് എന്താ? നീ മുടിഞ്ഞു പോകാത്തത് എന്താ? നീ നിൽക്കുന്നത് ആത്മാവാകുന്ന നദിക്കകത്ത്. അതിന്റെ അർത്ഥം
കഷ്ടത ഇല്ലെന്നല്ല, അതിൻ്റെ അർത്ഥം വേദന ഇല്ലെന്നല്ല. ഇതെല്ലാം ഉണ്ടേലും നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. രണ്ട്, നിന്റെ ആമേൻ. ദൈവദാസൻ പറഞ്ഞത് ഭയങ്കര ആഴമേറിയ ഒരു ദൂത. എനിക്ക് അതൊന്ന് തൊടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലോട്ടൊന്ന് കയറിയതുകൊണ്ട് സമയം കിട്ടുവാണെങ്കിൽ അതൊന്ന് തൊടാം. ആമേൻ. എനിക്ക് കുറച്ചുകൂടെ കർത്താവിൻ്റെ ദാസം പ്രസംഗിച്ചാൽ കൊള്ളാൻ തോന്നിപ്പോയി. എന്നോട് ദൈവം സംസാരിക്കുന്ന പോലെ ആയിപ്പോയി. ഒരാമേൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ അതിലേക്കൊന്ന് വരാമെന്ന് നോക്കട്ടെ. പക്ഷെ ശ്രദ്ധിച്ചേ, ആമേൻ. ഈ ഒന്ന്, നിന്റെ ഇല വാടത്തില്ല. രണ്ട്, തക്ക സമയത്ത് ഫലം കായ്ക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ടും സീസണലാണ്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഓറഞ്ചിൻ്റെ സീസൺ കഴിഞ്ഞ് ഇപ്പം എന്നാത്തിൻ്റെ സീസൺ തുടങ്ങി? മാമ്പഴത്തിൻ്റെ സീസൺ. എന്നാ മിണ്ടാത്ത? നിങ്ങളാരും തിന്നാത്തത് പോലെ. ഹല്ലേലൂയ. എല്ലാ ഫ്രൂട്ടും സീസണലാണ്. പക്ഷെ ആത്മീയ ഫലം മാത്രം സീസണലല്ല. എല്ലാ ഫലങ്ങൾക്കും ഒരു കാലഘട്ടമുണ്ട്. ആമേൻ. ബൈബിൾ പറയുന്നു, നടുവാൻ ഒരു കാലം, പറിപ്പാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, എല്ലാത്തിനും ഒരു കാലമുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു ആത്മീയ ഫലങ്ങൾക്ക് മാത്രം സീസണുകളില്ല, അതെപ്പോഴും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആശയം എന്താണെന്നറിയാമോ? ഏതു വേദനയോടെ അത് അഭിഷക്തന്മാരോടുള്ളൊരു ദൂതാണ്. ഏതു വേദനയോടെ ഒരുവൻ നിന്റെ അടുക്കൽ വരുമോ അവന് വേണ്ടുന്ന ഫലം നിന്റെ അകത്തുണ്ടായിരിക്കും. വായി എന്തുകൊണ്ടാ? നീ നിൽക്കുന്നത് ആത്മാവാകുന്ന നദിക്കകത്തായതുകൊണ്ട്. ചിലരൊക്കെ വാടിയാലും നീ വാടത്തില്ല, കാരണം നീ നിൽക്കുന്നത്. എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് പണി കഴിയാറായ സമയം പുള്ളി കുറച്ച് ചെടികളൊക്കെ ഈ ഒരു സ്ഥലത്ത് പോയി വാങ്ങിച്ചു കൊണ്ട് വെച്ചു, വീട് പണി കഴിയുമ്പോൾ നടാനായിട്ട്. ആമേൻ. ഒരേ രൂപത്തിലുള്ള ഒരേ പേരുള്ള ഒരു 3-4 ചെടി ഉണ്ടായിരുന്നു. ആമേൻ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇതെന്തിനാ 3-4 വാങ്ങിച്ചേ? ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ, ഒരു ചെടി തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞില്ലേ, വിവിധ ഭാഗങ്ങളിൽ വെക്കാനുണ്ട്. പുള്ളിക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ, അമ്മ എവിടെയുണ്ട്, ചെടിപ്രാന്ത് ഇച്ചിരി ഉള്ളവരാ. ഞാൻ ആ വശത്തോട്ട് തിരിഞ്ഞ് നോക്കാറുമില്ല, ഒരമ്മയും പറഞ്ഞാട്ടെ. അപ്പോൾ ആമേൻ, ഈ ചെടി കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയേ, 4 ഒരുപോലെ കറുത്ത കവറിനകത്തായിരിക്കുന്നത്. 4നും ഒരേ വലിപ്പമാണ്, 4 കണ്ടാൽ ഒരുപോലാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം മാത്രം പയ്യെ വാടാൻ തുടങ്ങി, കരിയാൻ തുടങ്ങി. എന്താണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, മറ്റു 3നും ഇല്ലാത്ത ഇളക്കം ഇതിൻ്റെ വേരിന് സംഭവിച്ചു. ഒരാമേൻ പറ. മറ്റു 3നും ഇല്ലാത്ത ഇളക്കം ഇതിൻ്റെ വേരിന് സംഭവിച്ചു. എന്താ? മറ്റു പലരും വാടിപ്പോകുന്നേ, ഉറപ്പില്ലാത്തടത്താണ് നിൽക്കുന്നേ. പക്ഷെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന സ്ഥലം ഉറപ്പുള്ളതായതുകൊണ്ട് അപ്പൊ ശ്രദ്ധിച്ചോ, ഞാൻ ആ ദൂതിലേക്കൊന്ന് വന്നോട്ടെ. ഈ ആത്മാവിൻ്റെ നദി ജീവൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ, നീ എവിടൊക്കെ തളർന്നു പോകുമോ, എവിടൊക്കെ കരയുവോ, അവിടെ നിനക്ക് വേണ്ടി ഒരു ഉറവ ദൈവം തുറക്കും. നിങ്ങൾ ആമേൻ പറയാത്തോണ്ട് ഒന്നുകൂടെ പറയാം, നിന്റെ കണ്ണുനീര് വീണെടുത്ത് ദൈവം ഒരു ഉറവ തുറക്കും. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരാമേൻ പറ. അടഞ്ഞ ഉറവയെന്ന് നീ കരുതിയെടുത്ത ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കാൻ പോകുകയാണ്. ശ്രദ്ധിച്ചോ, അതിലേക്കൊന്ന് ചലിക്കാൻ പോകുകയാണ്. ആമേൻ. ഇച്ചിരി വ്യത്യസ്തമായ 2-3 ചിന്തകൾ വേഗത്തിലൊന്ന് കൈമാറട്ടെ. ബൈബിളിൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറുകളുണ്ട്, വളരെ മനോഹരമായ ആമേൻ കഥാപാത്രങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും, എത്ര വായിച്ചാലും കൊതി തീരാത്തൊരു സാധനമാണ് ബൈബിള്. നിങ്ങളല്ലോ ഇവിടെ എൻ്റെ കൂടെ? ആരോടാ പാസ്റ്റർ പറയുന്നത്? ഞങ്ങൾ ഈയിടയ്ക്ക് ഞാൻ ആമേൻ ഞങ്ങളുടെ ചർച്ചിൽ, ആലപ്പുഴയിലെ ചർച്ചിൽ വിസിറ്റിങ്ങിന് പോയപ്പോൾ ആമേൻ അവിടെ വെച്ച് ഒരമ്മച്ചി, കുറേ വർഷം മുമ്പ് അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്റർ പോകല്ലേ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സ്വോത്രകാഴ്ച തരാനാണ്. മനസ്സിലായി? ഞങ്ങൾ ദേവദാസന്മാർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം പോകല്ലേ, നിൽക്കാൻ പറഞ്ഞാൽ എന്നാ മിണ്ടാത്ത ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട്. ആമേൻ. അത് സ്തോത്രകാഴ്ച. അപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പം എനിക്കൊരു സന്തോഷമായി. എന്തെങ്കിലും തരാതെ ഇവർ വിടത്തില്ലല്ലോ. ഞാൻ അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പം ആമേൻ സിബുള്ളൊരു ബൈബിളും എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ ഓർത്ത്, കർത്താവെ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചല്ലോ. ആമേൻ ആമേൻ. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച്, എൻ്റെ കാര്യം പറഞ്ഞാലും നിങ്ങൾ മിണ്ടത്തില്ലേ? ആമേൻ. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ പ്രതീക്ഷ മാറിയിട്ട് ആമേൻ ബൈബിളും എടുത്തുകൊണ്ട് വരിക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ബൈബിളിൻ്റെ സിബ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു 500 എടുത്തു വന്നു. അത് കണ്ടപ്പോൾ ആ പോയ സന്തോഷമെല്ലാം വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ എൻ്റെ അകത്തൊരു ചിന്ത വന്നു, എന്തുകൊണ്ടായിരിക്കും ഈ അമ്മച്ചി ബൈബിളിനകത്ത് 500 രൂപ വെച്ച്? ഞാൻ അമ്മച്ചിയോട് പണ്ട് പഠിച്ചപ്പോൾ കേട്ടിട്ടില്ല, പുസ്തകത്തിനകത്ത് മയിൽപ്പീലി വെച്ചാൽ പ്രസവിക്കൂ എന്നൊക്കെ പറഞ്ഞ്.
അയ്യോ നിങ്ങൾ എന്നാ നല്ല ആൾക്കാരാ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ മയിൽപ്പീലിയൊക്കെ വെച്ചിട്ട് വെയിൽ കൊള്ളാതെ സൂക്ഷിച്ച് വെച്ചവർ ഇതിനകത്തുണ്ടോ? കൈപൊക്കം പറയാൻ വേണ്ട വേണ്ട വേണ്ട, കൈപൊക്കം. ഹല്ലേലൂയ, ആമേൻ. അത് പിന്നെ പ്രശ്നം. ആമേൻ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്നാന്നറിയാം, ഇനി പണ ഇരട്ടിപ്പിക്കൽ പോലെ ബൈബിളിനകത്ത് 500 രൂപ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത ആഴ്ച തുറക്കുമ്പോൾ അത് 1000 ഇന്ന് പോയി ആരും പരീക്ഷിക്കല്ലേ. ആമേൻ. അങ്ങനെയൊക്കെ ആകുമോ? ഇനി അതാണോ അമ്മച്ചിയുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, അതൊന്നും അല്ല പാസ്റ്ററെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കൊണ്ട് 500 വെച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച അല്ലാതെ ഒറ്റ ഒരെണ്ണം ബൈബിളിൽ എന്ത് ചെയ്യല. മനസ്സിലായവർ മാത്രം ആമേൻ പറഞ്ഞാൽ മതി. വീട്ടിൽ തുറക്കാത്തൊരു പുസ്തകം ഉണ്ടെങ്കിൽ ബാങ്ക് ലോക്കറിനെക്കാട്ടും സേഫാണ്. 500 രൂപ വെച്ച് സിബ് ഇട്ട് വെച്ചാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ഈ സാധനം കൈകൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ. മനസ്സിലായ ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറയുന്നത്, വായിച്ചാലും കൊതി തീരാത്തൊരു പുസ്തകം. കർത്താവിൻ്റെ ദാസൻ ഇവിടെ FAC ലേഖനം എടുത്ത് പ്രസംഗിച്ചപ്പോൾ എനിക്കൊരു ദൂത് കിട്ടി. ജോഷി പാസ്റ്ററോട് ചോദിച്ചാൽ ജോഷി പാസ്റ്റർക്കും അടുത്തൊരു ദൂത് കിട്ടിക്കാണും. ആ 6 പോയിന്റിനകത്തുനിന്ന് അടുത്തൊരു പ്രസംഗത്തിനുള്ള ദൂത് എനിക്ക് കിട്ടി. നിങ്ങൾ ഇനി എപ്പോഴേലും കേട്ട് നോക്കി അറിയാം, എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കുക. എന്നോട് ക്ഷമിക്കണേ. കാരണം ഇതിനകത്ത് ആശയങ്ങൾ അത്ര അഗാധമായി കിടക്കുകയാണ്, അത്ര ആഴത്തിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഒത്തിരി ക്യാരക്ടറുകൾ ബൈബിളിലുണ്ട്, ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അതിനകത്ത് യേശു കർത്താവിനെ പോലെ തന്നെ വിളിയുള്ള ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. അവൻ്റെ വിളി ഭയങ്കരമായിരുന്നു. ജീവിതം അത്ര ശരിയായില്ലെങ്കിലും വിളി ഭയങ്കരമായിരുന്നു. ചിലരങ്ങനെ വിളി ഭയങ്കരമായിരിക്കും, പക്ഷെ ജീവിതം ശരിയാക്കുകയില്ല. അയ്യോ, ഇത്ര നേരം എന്നാ സ്വത്രമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ചിലർ ജീവിതം ഭയങ്കര ശരിയാണ്, പക്ഷെ വിളി തിരിച്ചറിയത്തില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോഴാണ് നിൻ്റെ ജീവിതവും ശുശ്രൂഷയും ഒരത്ഭുതമായി മാറുന്നത്. മനസ്സിലായവർ ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കാൻ സമയമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പെട്ടെന്നൊന്ന് വായിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം. ആമേൻ. 15-ാമത്തെ അധ്യായം. താങ്ക് യു ലോർഡ്. 13-ാമത്തെ അധ്യായത്തിൽ ഈ ശിംശോൻ്റെ ജനനത്തെക്കുറിച്ച് 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. 3 മുതലൊന്ന് വായിച്ചേ. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചേ, മനോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. എൻ്റെ മുഖത്തേക്ക് നോക്കി, ഇനി ബൈബിൾ വായിക്കണ്ട, ആമേൻ സിസ്റ്റർ വായിച്ചോളൂ, എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. മനോഹ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ഭാര്യ, ഇവർക്ക് 2 പേർക്കും തലമുറകളില്ല. പുതിയ ഈ കാലഘട്ടത്തിൽ തലമുറകളില്ലാതിരിക്കുന്ന ഒരു ഫാഷനാണ്. പക്ഷേ പഴയ നിയമ കാലഘട്ടങ്ങളിൽ, പഴയ കാലഘട്ടം ഇച്ചിരി പ്രായമുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ആമേൻ, പണ്ട് തലമുറകളില്ലാതിരിക്കുക, മച്ചിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട അവസ്ഥയാണ്. തലമുറകൾ ജനിക്കാതെ എത്ര ഡിവോഴ്സുകൾ നടന്നിട്ടുണ്ടെന്നറിയാമോ? കാരണം ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, തലമുറകൾ ജനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടതാണ്. ഇവിടെ മനോഹയുടെ ഭാര്യ ശപിക്കപ്പെട്ടവളെ പോലെ മച്ചിയായി ഉദരം തുറക്കാതെ വീടിനകത്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ അവളുടെ മുറിക്കകത്തിറങ്ങി. അവളോട് പറയാണ്, നിന്റെ ഉദരത്തിൽ ഒരുവൻ ജനിക്കാൻ പോകുകയാണ്. അവൻ ഹല്ലേലൂയ, ആമേൻ, ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രക്ഷകനായി മാറാൻ പോകുകയാണ്. എന്ന് പറഞ്ഞാൽ ജനിക്കുന്നവൻ സാധാരണക്കാരനല്ല, ജനിക്കുന്നവൻ ഒരു ദേശത്തിൻ്റെ രക്ഷകനാണ്. ഇനി എനിക്ക് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഇവളുടെ ഉദരം അടഞ്ഞിരുന്നത്? സ്വർഗ്ഗം എന്നോട് പറഞ്ഞൊരു ദൂത് വേഗത്തിൽ പറഞ്ഞു പോട്ടെ. ചിലതൊക്കെ ഞാൻ അടച്ചത് എന്തിനാണെന്നറിയാമോ? ഇതിലെക്കാട്ടും നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായ ശ്രേഷ്ഠമായത് എന്തൊക്കെയോ നിന്നിലൂടെ പുറത്തെടുക്കാനാണ്. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ നീ ചിന്തിച്ചതിനും അപ്പുറമായിട്ടുള്ള ശ്രേഷ്ഠകരമായത് എന്തൊക്കെയോ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരാനുണ്ട്. അതുകൊണ്ടാണ് അല്പം നാളുകൾ നിന്റെ ഉദരം ഞാൻ അടച്ചു വെച്ചത്. ഇന്ന് പകലിൽ അടയവഞ്ഞ വാതിൽ കണ്ട് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. അത് ദൈവം നിന്നെ മറന്നത് കൊണ്ടല്ല, അത് ദൈവം നിന്നെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, അത് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ല, മറിച്ച് നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത് എന്തൊക്കെയോ ദൈവം നിന്റെ കൂടാരത്തിനകത്ത്. ആമേൻ, ആമേൻ. സ്വാഭാവികമായിട്ടും
ഞാൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരും ദൈവജനവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളെ മറന്നോ? ആമേൻ. ചില അടവുകൾ വരുമ്പോൾ, ചില ഡോർ ക്ലോസേഴ്സ് വരുമ്പോൾ, അടയപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ നീ ഞങ്ങളെ മറന്നോ? ചോദിച്ചവരുണ്ടെങ്കിൽ പ്രതികരിച്ചാൽ മതി, അല്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ. അവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ നീ ഞങ്ങളെ ഉപേക്ഷിച്ചോ? നീ ഞങ്ങളെ മറന്നോ? നിനക്കെന്നെ വേണ്ടേ? ആമേൻ. പക്ഷെ സ്വർഗം ഇവിടെ പറയാം, നിന്നെ മറന്നത് കൊണ്ടല്ല, നിന്നെ ഓർത്തത് കൊണ്ടാ. എന്ന് പറഞ്ഞാൽ ആരുടെയും വീട്ടിൽ ജനിക്കാത്തത് നിന്റെ വീട്ടിൽ ജനിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഈ ഏപ്രിൽ മാസം അവസാന ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ ആരോടൊക്കെ ദൂത് പറയുന്നു, നിന്റെ കൂടാരത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത, നിന്റെ ചർച്ചക്കാരിൽ ആരും കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ ശ്രേഷ്ഠകരമായത് ഇന്ന് രാവിലെ നിന്റെ വീടിനകത്ത് ജനിക്കാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. മാനുഷിക കരങ്ങൾക്ക് കഴിയാത്തത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുണ്ടോ ഇവിടെ? മാനുഷിക കരങ്ങൾക്ക് കഴിയാത്തത്. അപ്പൊ മനോഹയുടെ ഭാര്യയോട് പറയാണ്, നിന്റെ ഉദരത്തിൽ ഒരു തലമുറ ജനിക്കാൻ പോകുകയാണ്. അവൻ ഫെലിസ്ത്യരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്ന രക്ഷകനാണ്. പക്ഷേ അവനൊരു പ്രത്യേകതയുണ്ട്, അവൻ നാസറേറ്റ് വൗ ചെയ്തവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ നാസീർ വ്രതക്കാരനായിരിക്കണം. നാസീർ വ്രതം എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ. വേർതിരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്നത് പോലെ അവനെ ഇനി ഇച്ചിരി സ്തോത്രം അല്ലേലിയൊക്കെ പോവുക, എന്നാലും സാരമില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും നടക്കുന്ന പോലെ ഇവന് നടക്കാൻ പറ്റുകയില്ല. എല്ലാവരും സംസാരിക്കുന്നത് പോലെ ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കഴിക്കുന്നത് ഇവന് കഴിക്കാനും പറ്റില്ല. എല്ലാവരും കുടിക്കുന്നത് ഇവന് കുടിക്കാനും പറ്റില്ല. കാരണം ഇവൻ ആരാണ്? ഒരു ദേശത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. എന്താ നീ മറ്റുള്ളവരുമായിട്ട് സെപ്പറേറ്റ് ആകണമെന്ന് പറയാൻ കാരണം? നിന്റെ മേൽ കിടക്കുന്ന വിളി അതായതുകൊണ്ട്. ആമേൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവിടെ പോയാലും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സഭയിൽ സാക്ഷ്യം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ വീട്ടിലും ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ, ചില സ്വത്രം പോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ദേശത്തും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾ സഭയിൽ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. മനോഹയുടെ ഭാര്യയോട് പറയാം, നീ ചുമക്കാൻ പോകുന്നത് സംതിങ് സ്പെഷ്യലാണ്. നീ ചുമക്കാൻ പോകുന്നത് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളതാണ്. നീ ചുമക്കാൻ പോകുന്നത് വേർതിരിക്കപ്പെട്ടവനെയാണ്. നീ ചുമക്കാൻ പോകുന്നത് വിശുദ്ധമായതിനെയാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മാത്രം തീർന്നില്ല കുഞ്ഞെ. വിശുദ്ധമായതിനെ ചുമക്കണമെങ്കിൽ ചുമക്കുന്ന നിനക്കും ഒരു വിശുദ്ധി വേണം. ആമേൻ, ആമേൻ. ഇച്ചിരി സ്തോത്രം പോയാലും കുഴപ്പമില്ലെന്ന് ഞാൻ അതാ പറഞ്ഞേ. വിശുദ്ധമായതിനെ ചുമക്കണമെന്ന് ഉറങ്ങാത്തവർ മാത്രം ആമേൻ പറ. വിശുദ്ധമായതിനെ ചുമക്കണമെങ്കിൽ ചുമക്കുന്ന നിനക്കും വിശുദ്ധി വേണം. എന്ന് പറഞ്ഞാൽ എല്ലാം ആമേൻ വഴിയിലും സഞ്ചരിച്ചിട്ട്, എല്ലാവരും പോകുന്നത് പോലെ പോയിട്ട്, എല്ലാവരും നടക്കുന്നത് പോലെ നടന്നിട്ട് നിനക്കിത് ചുമക്കാൻ അനുവാദമില്ല. ഇത് ചുമക്കണമെങ്കിൽ ചുമക്കുന്ന നിന്റെ അകത്തും ഒരു വിശുദ്ധി വേണം. Amen. Amen. Praise the Lord. ഇവിടെ വളരെ വ്യക്തമായി മനോഹയുടെ ഭാര്യയോട് പറയാണ്, നീ ചുമക്കാൻ പോകുന്നത് വിശുദ്ധമാകണമെങ്കിൽ ചുമക്കുന്ന നിനക്കും ഒരു വേർപാട് വേണം. ഇന്ന് പകലെ കോട്ടയം ജീസസ് വോയിസിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു സഭയായി, വ്യക്തിത്വമായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയാണ് സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുന്നത്. ആമേൻ. അങ്ങനെ ആ കുഞ്ഞിന് ജന്മം നൽകി, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ ഇച്ചിരി അങ്ങ് ഓടിച്ചു വിടുകയാണ്. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ അറിയാമല്ലോ, നിങ്ങളങ്ങ് വീട്ടിൽ പോയി വ്യാഖ്യാനിച്ചാൽ മതി. ഇപ്പം ഞാൻ അങ്ങ് ഓടിച്ചു വിടുക ബാക്കി ഭാഗങ്ങൾ. ഇവൻ വളർന്നു വന്നു. ഇവന് വിവാഹപ്രായമായപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ദൂത്, ഇവന് വിവാഹപ്രായമായപ്പോൾ, ദാറ്റ് മീൻസ് അവൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് അവൻ്റെ വിവാഹം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്. ചിലർക്കത് ടേണിംഗ് പോയിൻ്റാണെന്ന് ചിലർ സമ്മതിക്കത്തില്ല. എന്നാലും ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു നിങ്ങളുടെ വിവാഹം. നല്ല ഭാര്യ കിട്ടിയതോർത്തൊരാമേൻ പറഞ്ഞേ.
നല്ല ഭർത്താവിനെ കിട്ടിയതോർത്തൊരാമയും പറഞ്ഞേ. ഇന്നലെ ഞാനൊരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോയി. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ്റെ വിവാഹ ശുശ്രൂഷയായിരുന്നു. ഞാൻ അതിന് ചെന്നപ്പോൾ അതിന് പ്രസംഗിച്ച ദൈവദാസൻ ഒരു ചോദ്യം ചോദിച്ചു. ആമേൻ. നമ്മൾ അടുത്ത ജന്മത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധി നിത്യതയിൽ പറ. എന്താ അതും വിശ്വാസമില്ല നിങ്ങൾക്ക്? ഉറക്കെ പറഞ്ഞേ. മരിച്ചു കഴിഞ്ഞാൽ ഇന്ന് കർത്താവ് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെല്ലും? കർത്താവിൻ്റെ സന്നിധി ചെല്ലും. അങ്ങനെ ഒരു വിശ്വാസമുള്ളവർ മാത്രം ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. അതുണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. അതവിടെ നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ആമേൻ. ഈ അടുത്തൊരു ജന്മം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ഭാര്യയെ തന്നെ വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞു. സ്വത്രം. എൻ്റെ ഭാര്യ കല്യാണത്തിന് ഇല്ലായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു. സ്വത്രം പറഞ്ഞേ. ലൈവ് കാണുന്നുണ്ടായിരിക്കും, എന്നാലും പറയുക ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പതറിപ്പോയി പലരും. ആമേൻ. അവസാനം പിന്നെ ദേവദാസ് പറഞ്ഞു ആരും കൈ ഉയർത്തണ്ടെന്ന് പറഞ്ഞു. കാരണം പ്രശ്നമാവുമല്ലോ. ഭാര്യമാരും ഉണ്ട് മിക്കവരുടെയും. മിണ്ടുന്നില്ല. ആമേൻ. നല്ല ഭാര്യയെ കിട്ടിയതോർത്തൊരു ആമേൻ പറ. എൻ്റെ അപ്പം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നേ. ഭയങ്കര ദേഷ്യക്കാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മയുടെ മൂക്കിലെ ശ്വാസം അപ്പൻ്റെ ദേഹത്തടിച്ച് അപ്പം പറയും, മാറിക്കിടക്കാൻ പറയും. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ആമേൻ. അമ്മയുടെ ബ്രഷ് അപ്പൻ്റെ ബ്രഷിനോട് മുട്ടിയിരിക്കാൻ അപ്പം സമ്മതിക്കത്തില്ല. പട്ടാളച്ചിട്ടയായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അമ്മ സങ്കടപ്പെട്ട് വിശ്വാസത്തിൽ 70കളുടെ അവസാനത്തിൽ അവർ വിശ്വാസത്തിൽ വന്ന സമയത്ത് അമ്മയുടെയൊക്കെ ആത്മീയ പിതാവിനോട് ചെന്ന് പറഞ്ഞു, ബേബി സാറേ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മയോട് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നാന്ന് പറയുമോ, ലീലാമ്മേ, റോസപ്പൂ എല്ലാവരും കാണും, പക്ഷെ അത് കാണാതെ ചില മുള്ളുകൾ അതിനിടയ്ക്കുണ്ട്. അതുണ്ടേലേ ആ റോസയ്ക്കൊരു ഭംഗിയുള്ളെന്ന്. മനസ്സിലായ ഒരു രാമൻ പറ. ചില മുള്ളുകളൊക്കെ ദൈവം നിനക്ക് തന്നിരിക്കുക ഭംഗിയാകാൻ വേണ്ടി. രാമൻ പറ. കല്യാണ ശുശ്രൂഷ അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇനി കഴിക്കാനുള്ളവർക്ക് ഒരു അനുഗ്രഹമാകട്ടെ, അതുകൊണ്ട് പറയുക. ആമേൻ. ശ്രദ്ധിച്ചോണേ. ആമേൻ. ആമേൻ. നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിൻ്റാണ്, അവൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റാണ്. പക്ഷെ ശ്രദ്ധിച്ചേ, എവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടോ അവിടെ നിങ്ങൾ അറിയാതെ മറഞ്ഞിരിക്കുന്ന ഒരു ബാലസിംഹമുണ്ട്. ആമേൻ. ആമേൻ. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. എവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടോ, ആ വഴിത്തിരിവ്, അങ്ങനെയല്ലേ പറയുന്നത്, ശിംശോൻ തിമ്നയിലേക്ക് പോയി. എന്തിനാ തിമ്നയിലേക്ക് പോയേ? വിവാഹം കഴിക്കാൻ പോകുകയാണ്, പെണ്ണ് കാണാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ തൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ ടേണിംഗ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഒരു ബാലസിംഹം അവന് നേരെ അലറി വന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ എവിടെ ഒരു വഴിത്തിരിവുണ്ടോ അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു ബാലസിംഹമുണ്ട്. ആമേൻ. നിങ്ങളുടെ തലമുറയ്ക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടോ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടോ, അവിടെ മറഞ്ഞിരിക്കുന്ന, അലറി വരാൻ തയ്യാറായിരിക്കുന്ന ഒരു ബാലസിംഹം ഉണ്ട്. പക്ഷേ ആത്മാവുള്ളവൻ പറയും, എത്ര സിംഹങ്ങൾ എനിക്കെതിരെ ചാടി വന്നാലും ആത്മാവ് എൻ്റെ അകത്തുള്ളിടത്തോളം കാലം എന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ ഒന്ന് പ്രതികരിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ അലറി വരുന്ന സകല ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ ആമേൻ. ഇനി ശ്രദ്ധിക്കണം, അവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, ശിംശോന് നേരെ ഒരു ബാലസിംഹം അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ്, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതെ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അവിടെ നമ്മുടെ ദൂതിന്റെ മെയിൻ ഭാഗം കിടക്കുന്നത്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഉറക്കെ പറ, വന്നു. യഹോവയുടെ, എവിടെ നിനക്കൊരു പ്രതിസന്ധി നേരിടുവോ അവിടെ ദൈവത്തിന്റെ ശക്തി നിന്റെ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ആമേൻ മാനുഷിക ശക്തി നിന്നെ നോക്കി പറയുമ്പോൾ നിന്നെ മുൻപോട്ട് ഗമിപ്പിക്കാൻ യഹോവയുടെ ആത്മാവ് ആമേൻ. ആമേൻ. നിറകണ്ണുകളോടെ ഞാൻ അതൂത് പറയുക.
അഭിഷക്തന്മാരൻ ദൈവജനത്തെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, വഴിമുട്ടിയ സ്ഥാനത്ത് നിന്നെ ആ ടേണിംഗ് പോയിന്റിലേക്ക് കേറ്റത്തില്ല, ആ വീട് പണി പൂർത്തീകരിക്കത്തില്ല, ആ വിവാഹം നടത്തിക്കത്തില്ല, നിന്റെ തലമുറ വിദേശത്ത് അയക്കത്തില്ല എന്ന് വാദിക്കുന്ന ശക്തിയുടെ നടുവിൽ സ്വർഗം പറയാ, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങാൻ പോകയോ. ഈ ആലയത്തിന് തലങ്ങും വിലങ്ങും ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല ജോഷി പാസ്റ്ററെ, ദേവദാസിമാരെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് പകലിൽ പുതപ്പ് നിങ്ങളുടെ ദേഹത്ത് വീഴുന്നത് പോലെ, ഒരു വസ്തു നിങ്ങളുടെ ദേഹത്ത് വീഴുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ആരുടെയൊക്കെ മേൽ അധിവസിക്കാൻ പോകുകയാണ്. ഇത് അത് അനുഭവിക്കുന്നവർ മാത്രം അധരം തുറന്ന് 1-2 നിമിഷങ്ങൾ അന്യഭാഷയിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ചരിത്രങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുരാത്മാവിന്റെ മണ്ഡലങ്ങളും യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അടുത്ത വേട് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതെ ഇരിക്കെ. That means he has no weapon in his hand. അവന്റെ കയ്യിൽ ഒരായുധവും ഇല്ലാതിരിക്കെ. അവന്റെ കയ്യിൽ ഒരായുധവും ഇല്ലായിരുന്നു. പക്ഷെ അവന്റെ കയ്യിൽ ആയുധമില്ലെങ്കിലും അവന്റെ കയ്യിൽ ഒന്നുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ. ഇന്ന് പകൽ ആരുടെയൊക്കെ മേൽ അഭിഷക്തൻ പറഞ്ഞ ദൂത് ആ അത്യന്ത ശക്തി വ്യാപരിക്കുകയാണ്. ആ അത്യന്ത ശക്തി വ്യാപരിക്കുവാണ്. കരബലത്തിന് കഴിയാത്തത് ഭുജബലത്തിന് കഴിയാത്തത്. ആമേൻ. അവന്റെ കയ്യിലൊന്നുമില്ലാതെ ഇരിക്കെ അവൻ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആ ബാലസിംഹത്തെ എന്ത് ചെയ്തു? കീറിക്കളഞ്ഞു. എന്താ അതിനർത്ഥം എന്നറിയാമോ? അതിന്റെ ശക്തിയെ കീറാൻ ദൈവം അവന്റെ അകത്തൊരു ബലം നൽകി. ഇന്ന് രാവിലെ ആത്മാവിൽ ദൂത് കേട്ടോ, നിനക്കെതിരെ അലറി വരുന്ന ചിലതിനെ, നിന്റെ തലമുറയ്ക്കെതിരെ അലറി വരുന്ന, നിന്റെ കൂടാരത്തിനെതിരെ അലറി വരുന്ന, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ അലറി വരുന്ന, നിന്റെ നന്മകൾക്കെതിരെ അലറി വരുന്ന ചിലതിനെ വലിച്ചു കീറാൻ ഇന്ന് പകലൊരു അധികാരം. നീ തന്നെ അതിനെ തകർക്കാൻ പോകുകയാണ്, നീ തന്നെ അതിനെ ഉടയ്ക്കാൻ പോകുകയാണ്, നീ തന്നെ അതിനെ ഇല്ലാതാക്കാൻ പോകുകയാണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തി അതിനെ തകർക്കാൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. 2018 ജനുവരി മാസം 2-ാം തീയതി ട്രിവാൻഡ്രത്ത് ഒരു 12 hours പ്രയർ നടന്നു. അന്ന് ഞാനുണ്ടായിരുന്നു ശുശ്രൂഷിക്കാൻ. ഓർക്കുന്നുണ്ടോ ജോഷ? അന്ന് ഞാൻ പ്രസംഗിച്ച അവസാന സെഷനിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. യെരമ്യാവ് 51:20, നീ എൻ്റെ കയ്യിലെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ആമേൻ. നീ എൻ്റെ കയ്യിലെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളും ആകുന്നു. ചിലപ്പോഴൊക്കെ ദൈവം നിന്റെ കയ്യിൽ ആയുധം തരും. ബട്ട് സംടൈംസ് നിന്റെ കയ്യിൽ ദൈവം ആയുധം തരില്ല, നിന്നെ ദൈവം ഒരു ആയുധമാക്കി മാറ്റും.
കുറച്ചും കൂടെ നല്ലൊരു ആമേൻ ഞാൻ പ്രതീക്ഷിച്ചു. ആമേൻ, ചിലപ്പോഴൊക്കെ നിന്റെ കയ്യിൽ ആയുധം തരും, പക്ഷെ ചില സമയത്ത് നിന്റെ കയ്യിൽ ആയുധം തരുമെന്നല്ല, നീയേ ഒരായുധമായി മാറാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അലറി അടുക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആത്മാവിൽ വലിച്ചു കീറാൻ ദൈവശക്തി പ്രാപിച്ച ദൈവജനം ഇന്ന് പകലെ പ്രതികരിക്കുക. Shabada hadarabara hadagadana gadagadal kanadiya arthamana gadaga chanadiya raba rikamana gadaga shaidal kabara gadagas യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ആരെയൊക്കെ സ്വർഗം ബലപ്പെടുത്തുകയാണ്. ആമേൻ. ടോജി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചിലതിനെ കീറി മുറിക്കാനുള്ള അധികാരം. ആമേൻ. അഭിഷിക്തന്മാരെ, വേറൊരാളുടെ കയ്യിൽ കൈമാറി നിങ്ങളുടെ മേൽ തല വെച്ച് ഏൽപ്പിച്ച് പിന്നീട് സമയം പോലെ ആളെ വിളിച്ച് ആമേൻ കാശ് കൊടുത്ത് കീറിക്കളയാന്നല്ല ദൈവം ശിംശോനോട് പറഞ്ഞേ. നിന്റെ പ്രതിസന്ധി വരുന്ന സമയത്ത് നിന്റെ അകത്തുനിന്നൊരാത്മാവിൻ്റെ ബലം ഇന്ന് രാവിലെ പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ, ചില അന്യായ മണ്ഡലങ്ങൾ അഴിയട്ടെ, ചില ദൂരാത്മാവിന്റെ ശക്തികൾ അഴിയട്ടെ, ചില പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. നിന്റെ കൂടാരത്തിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലെ പൊട്ടിമാറുകയാണ്. ആഹാ, നിർത്താതെ ആരാധിച്ചോ, നിർത്താതെ ആരാധിച്ചോ. ദൈവശക്തിയുടെ ഭയങ്കര കൈമാറ്റം. ഇന്ന് പകലെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അലറി അടുക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകലെ സ്വർഗത്തിലെ ദൈവം കീറി മാറ്റി. കൂടാരത്തിനകത്ത് ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ 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 അധികാരത്തോടെ അഭിഷേകത്തോടെ അഭിഷേകം ചില കഷ്ടതകൾ എന്തിനാണെന്നറിയോ ദേവദാസന്മാരെ? അത് നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. ഞാൻ KPSC വന്നപ്പോൾ പ്രസംഗിച്ച, എന്നാലും ഒന്ന് തൊട്ടിട്ട് പോയി, ഇത് ആയുധം കയറി വന്നോണ്ട് വായിക്കണ്ടേ. സഭാപ്രസംഗി 10:10 പറയുന്നു, ഒരു ഇരുമ്പായുധം മൂർച്ചയില്ലാതായിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അത് ഉപയോഗിക്കുന്നവൻ ഏറെ ബലം പ്രയോഗിക്കണം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നിന്റെ മേൽ മൂർച്ച ഉണ്ടായിരുന്നതാ, പക്ഷെ നീ അത് ഉപയോഗിക്കാതെ വന്നപ്പോൾ നിന്റെ മൂർച്ച എന്ത് ചെയ്തു? പിന്നെ ഉപയോഗിക്കുന്നവനും പാടാ. ആ വ്യക്തിയെ പിന്നെ ഉപയോഗിക്കണമെങ്കിൽ ഏറെ ബലം പ്രയോഗിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, പ്രാർത്ഥനയ്ക്ക് വാ ബ്രദറെ, പ്രഷർ ചെയ്യണം, അവനെ തള്ളിക്കൊണ്ട് വരണം. ഈ ഇടയ്ക്ക് ഏതൊരു ദേവദാസൻ ഞാൻ കൂടെ ഇരിക്കുമ്പോൾ പറയുന്ന കേട്ട്, ബ്രദർ ഈ ആഴ്ച സഭായത്തിന് വരണം, ആലയത്തിൽ ആഹാരം ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, അതെന്തിനാ അങ്ങനെ? അങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ. മനസ്സിലായവർക്കായി സ്വതന്ത്രം ചെയ്യാം. ഫുഡ് കണ്ടോട്ടെങ്കിലും അവൻ ആത്മീയ ആഹാരം വേണ്ട, കാരണം അവൻ്റെ മൂർച്ച എന്ത് ചെയ്തു? അവനെ പ്രഷർ ചെയ്യണം. ചിലർ കണ്ടിട്ടില്ലേ, എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും എഴുന്നേക്കാൻ മേലേലും വലിഞ്ഞാണേലും പ്രാർത്ഥനയ്ക്ക് വരും. അങ്ങനെ വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആരാണ്ടോട് ചോദിച്ചു, നമുക്ക് എന്നെ കല്യാണവും മരണമൊന്നും ഇല്ലേ? ഇന്നേ വരെ ജോഷി പാസ്റ്ററോ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോ അനി പാസ്റ്ററോ ഏതെങ്കിലും സഭായോഗം മുടക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറ പറ. അതിന് അവർക്ക് കല്യാണമൊന്നുമില്ലേ? അവർക്ക് മരണമൊന്നുമില്ലേ? അവർക്ക് വീട്ടിൽ തന്നെ ആവശ്യങ്ങളില്ലേ?
പക്ഷെ ഇത് ഞാൻ ഇടയ്ക്ക് പറയും, ഞാൻ ഈ ഇടയ്ക്ക് ലഹരിക്ക് അടിമയായ ഒരു ചെറുക്കനോട് പറഞ്ഞു, മോനെ നീ കഴിക്കുന്ന ലഹരിയേക്കാൾ വേറൊരു ലഹരി ഞങ്ങളുടെ അകത്തുണ്ട്, അത് പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ്. ഇതകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലഹരിക്ക് ഞങ്ങളെ തൊടാൻ പറ്റുകയില്ല. സ്തോത്രം പറ. ആമേൻ. അപ്പോൾ ഇരുമ്പായത് മൂർച്ചയില്ലാതായിട്ട് അതിൻ്റെ വായ്ത്തല തേക്കുക, അതിന് നല്ലത് ഉപയോഗിക്കുന്നവനേറെ ബലം. പിന്നെ എങ്ങനെ ഇതിനെ മൂർച്ച കൂട്ടാൻ പറ്റും? ഇതിനെ മൂർച്ച കൂട്ടണമെങ്കിൽ വീണ്ടും കൊല്ലൻ്റെ ആലയെ കൊണ്ടുപോകണം, തീച്ചൂളെ കയറ്റണം, അടി കൊള്ളണം. യോവേൽ 3:10 പറയുന്നു, നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായി നിങ്ങളുടെ വാക്കത്തികളെ കുന്തങ്ങളായി അടിപ്പീൻ. അപ്പം ചില അടികളൊക്കെ കൊള്ളുന്ന എന്തിനാണെന്നറിയോ? നിന്നെ തകർക്കാനല്ല, നിന്നെ മൂർച്ചയുള്ളതാക്കി മാറ്റാനാണ്. ഞാൻ ശാന്തമായി അത് പറയുന്നത് നിങ്ങളുടെ അകത്തോട്ട് കയറാൻ വേണ്ടിയാ. ചില കഷ്ടതയ്ക്കകത്തൂടെ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. അനിപ്പാസ്റ്റർ എടുത്തു വന്നു, ജോഷി പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിച്ചു, മറ്റു ദൈവദാസന്മാരെ കൊണ്ട് പ്രാർത്ഥിച്ചു, മറുപടി ഇല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മേൽ ദൈവശക്തി ഇല്ലാത്തത് കൊണ്ടല്ല. ചിലത് ദൈവം നിനക്ക് അനുവദിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇത് കഴിയുമ്പോൾ നീ മൂർച്ചയുള്ള ഒരു ആയുധമായി പുറത്തു വരും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചർച്ച പ്രസംഗിക്കാൻ ചെന്നപ്പം കഴിഞ്ഞ ആഴ്ച പോയ ചർച്ചിൽ ഇരുന്ന ആൾ ഇപ്പുറത്തെ ചർച്ചയിൽ ഇരിക്കുന്നു, തിരുവനന്തപുരത്ത്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മെമ്പർഷിപ്പ് അവിടെ ആണോ ഇവിടെ ആണോ? അങ്ങനെയൊന്നുമില്ല, മറ്റേ കർത്താവ് പറഞ്ഞ പോലെ എല്ലാ വക മീനും ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ചർച്ചിലും സ്തോത്രം പറഞ്ഞേ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്തു. പാസ്റ്റർ അവിടെ വന്നാൽ ഞാൻ അവിടെ ഉണ്ട്, പാസ്റ്റർ ഇവിടെ വന്നാൽ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇവിടെ വരാൻ കാരണം എന്നാ? അവിടെ അത്ര അങ്ങോട്ട് പോരാ. അവിടുത്തെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടി. മനസ്സിലായവർക്കായി സ്തോത്രം. ഈ ഇടയ്ക്ക് ഒരാളെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു, പാസ്റ്ററെ 10-20 വർഷമായി വിശ്വാസി വന്നിട്ട് ഒരു നന്മ ഇതുവരെ ഞാൻ ചോദിച്ചു, ഒരു നന്മയും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ജീവനോട് ഇരിക്കുന്നത് ഒരു അനുഗ്രഹമല്ലേ, അത് വേറെ, അല്ലാതെ ഒരു അനുഗ്രഹവും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത്? ഈ ചോദ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സഭയാണ് പാസ്റ്റർ പ്രശ്നം, ഞങ്ങളുടെ സഭയാണ് പാസ്റ്റർ ആൾ ശരിയല്ല. അടുത്ത ചോദ്യം, എന്തോ ഒരു പരിശുദ്ധാത്മാവ് അങ്ങനെ ചോദിച്ചു, എത്രാമത്തെ സഭയാണെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി വിരലിൽ എണ്ണുക, 1, 2, 3, 20 വർഷത്തിനിടെ 8ാമത്തെ സഭയാണ്. ഞാൻ ചോദിച്ചു, പിന്നെ നീ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? മനസ്സിലായില്ല. പറയാം, ഒരു ചെടി കൊണ്ടുപോയി വെച്ചു, മണ്ണി വെച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പറിച്ചു, വേര് കിളുത്തോ? ഇല്ല. ഉടനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. പറ, ജീവിതകാലത്ത് ഫലം കഴിക്കുമോ? നിന്നെ നിർത്തിയെടുത്ത് നീ വിശ്വസ്തയോടെ നിൽക്കുക. സഭയുടെ കുഴപ്പം പാസ്റ്ററുടെ കുഴപ്പമൊന്നുമല്ല, നിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന എന്താണെന്ന് നീ ആത്മാവിൽ വിവേചിക്കണം. ചിലത് ദൈവം അനുവദിക്കും, എന്തിനാണെന്നറിയാം? നിന്നെ മൂർച്ചയുള്ളതാക്കി മാറ്റാൻ, നിന്നെ ആത്മാവ് പുറത്തെടുത്ത്. ഈ കഷ്ടത സഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒളിച്ചോടുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആദ്യം ദൈവത്തോട് ചോദിക്കണം, വായി എന്തുകൊണ്ട്? ദൈവം അനുവദിച്ചതാണോ? ദൈവം അനുവദിച്ചതാണെങ്കിൽ സഹിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കുക. ഇനി പിശാച് അനുവദിച്ചാണെങ്കിൽ അഭിഷക്തന്മാർ നിന്റെ തലയെ കൈവെക്കുമ്പോൾ, നീ ആത്മാവിശ്വാസിക്കുമ്പോൾ, ഇവിടെ ആരാധന നടക്കുമ്പോൾ ആ ദുരാത്മാവിന്റെ മണ്ഡലങ്ങളെ സ്വർഗം വെട്ടിമാറ്റും. ശ്രദ്ധിച്ചോ, കയ്യിൽ ആയുധമൊന്നും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, ദൈവം ഇവനെ ഒരു ആയുധമാക്കി. പിശാചിന് എപ്പോഴും ഈ ആയുധങ്ങളെ ഭയമാണ്. ഞാൻ അവസാനം അതിനെക്കുറിച്ച് പറയാം. ശ്രദ്ധിച്ചു, ഇവനെ ഒരു ആയുധമാക്കി മാറ്റി. ഇവൻ ആത്മാവിൽ ആട്ടിൻകുട്ടിയെപ്പോലെ ബാലസിംഹത്തെ വലിച്ച് കീറിക്കളഞ്ഞു. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇച്ചിരി ഓടിപ്പോവാണ് ഇൻ ബിറ്റ്വീൻ. ഇതിനിടയ്ക്ക് ശിംശോൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം അത്ര സുരക്ഷിതമായില്ല. സംരക്ഷണം കൊടുക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല വിവാഹം നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പണം നോക്കൽ, അനിപ്പാസ്റ്റർ പറയുന്നത് പോലെ പണം നോക്കരുത്. കോടികളല്ല വിഷയം, സൗന്ദര്യമല്ല വിഷയം. സംരക്ഷിക്കാൻ കഴിയുന്ന കരങ്ങളിൽ നിങ്ങളുടെ തലമുറകളെത്താൻ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയാമോ? മെഫീബോശത്തിന് സംഭവിച്ചതുപോലെ ജീവിതകാലം മുടന്തുകൊണ്ട് നിൽക്കേണ്ടി വരും. കാരണം സംരക്ഷിക്കാൻ കഴിയാത്ത കരം മെഫീബോശത്തിനെ താഴെ ഇട്ടപ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ മുടന്തായി. നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത കരത്തിൽ നിങ്ങൾ ചെന്നുപെട്ടാൽ, നിങ്ങളുടെ തലമുറകൾ ചെന്നുപെട്ടാൽ ജീവിതത്തിൽ ആ മുടന്തു മാറുകയില്ല. സ്തോത്രം പറ.
അവൻ്റെ വിവാഹ ജീവിതം അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ആമേൻ. അത് മുഖാന്തരം പല പല വിഷയങ്ങളുണ്ടായി. അതൊക്കെ നിങ്ങൾക്കറിയാം. ആമേൻ. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. ആമേൻ. ശത്രുവിനൊരു കാര്യം മനസ്സിലായി, ഇവൻ ഉള്ളിടത്തോളം കാലം ഈ ദേശത്തെ കീഴടക്കാൻ പറ്റുകയില്ല. ഒരാമേൻ പറ. ഇവൻ ഉള്ളിടത്തോളം കാലം. കാരണം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നീ ജീവനോടിരിക്കുന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ ഭയം. അയ്യോ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. നീ ജീവനോട്. ശമൂവേൽ ഉള്ളിടത്തോളം കാലം ഫെലിസ്തീൻ ഒതുങ്ങിയെന്നൊരു വാക്യമുണ്ട് അല്ലേ? ശമൂവേൽ ഉള്ളിടത്തോളം കാലം. നീ ഉള്ളത് കൊണ്ട് ചിലത് എഴുന്നേക്കാത്തെ. ഒരാമേൻ പറ. നീ ജീവനോടിരിക്കുന്നതാണ് പിശാചിൻ്റെ ഭയം. കമോൺ. നീ ജീവനോട്. അതാണ് നിന്നെ കൂടെ കൂടെ തകർക്കാൻ പിശാച് ശ്രമിക്കുന്നേ, നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, നിന്നെ വീഴ്ത്തുന്ന, നിന്റെ നെഞ്ചിനകത്ത് വേദന കൊണ്ടുവരുന്ന, നിനക്ക് ഭയം കൊണ്ടുവരുന്നത് നീ ജീവനോടിരിക്കുന്ന അവന് ഭയമാണ്. നിന്റെ പ്രാർത്ഥന അവന് ഭയമാണ്, നിന്റെ ആരാധന അവന് ഭയമാണ്, നിന്റെ ശുശ്രൂഷ അവന് ഭയമാണ്. ആമേൻ. അപ്പൊ ശിംശോൻ ജീവനോട് ഇരിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നമെന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ചാച്ചന്മാരെല്ലാം കൂടെ എന്നെ എന്നറിയാമോ, ഒരു പുതിയ കയറ് വാങ്ങിച്ചിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഒരുവനുണ്ടല്ലോ, അവനാ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നേ, അവനെ പിടിച്ചു തന്നില്ല നിങ്ങളെ എല്ലാം തകർക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ എല്ലാ അച്ചായന്മാരും കൂടെ കയറെടുത്തോണ്ട് ഇറങ്ങി. ആരെ പിടിക്കാൻ? എൻ്റെ കൂടെ വാ. ശിംശോൻ താഴ്വരയ്ക്കകത്ത് ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ലടി കേട്ടു. ഗുഹയ്ക്കകത്ത് കോളിംഗ് ബെല്ലുണ്ടോയെന്ന് എന്നോട് ചോദിക്കില്ല, ഞാനൊരു ശൈലിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതൊരു പ്രശ്നമാക്കി എടുക്കല്ലേ. സ്വത്രം പറഞ്ഞേ, പ്രസംഗിക്കാൻ പേടി, അതുകൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. കോളിംഗ് ബെല്ലടി കേട്ട് ഗുഹയൊക്കെ തുറന്നു നോക്കിയപ്പോൾ കൂടെ നിൽക്കുന്ന സഹോദരന്മാരാ. പ്രൈസ് ലോർഡ് അച്ഛാ പറഞ്ഞവരും പറഞ്ഞു പ്രൈസ് ലോർഡ്. എന്നാ അച്ഛാ പ്രത്യേകിച്ച്? ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബന്ധിക്കാൻ വന്നതാ. ഒരാമേൻ പറഞ്ഞേക്ക്. ചെറുതായിട്ട്. ആമേൻ. ഇനി പറയുന്ന ദൂത് ശ്രദ്ധിക്കണേ. പുറമേ നിന്നുള്ള യുദ്ധം സഹിക്കാൻ എളുപ്പമാണ്. അയലോക്കംകാരൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോട്ടെ, വിട്ടുകളാ. പുറമേ നിന്നുള്ള യുദ്ധം സഹിക്കാൻ എളുപ്പമാണ്. പക്ഷെ അകത്തു നിന്നുള്ള യുദ്ധം യോസേപ്പ് നെവർ എക്സ്പെക്റ്റഡ്. യോസേപ്പ് ഒരിക്കൽ പോലും ചിന്തിച്ച് കാണില്ല, എൻ്റെ കൂടെ വീട്ടിൽ കഴിയുന്ന എൻ്റെ സഹോദരന്മാർ എന്നെ പൊട്ടക്കുഴി തള്ളിയിടുമെന്നും എൻ്റെ വസ്ത്രം കീറിയെടുക്കുമെന്നും അടിമക്കച്ചവടത്തിൽ അടിമച്ചന്തയിൽ എന്നെ കൊണ്ട് കച്ചവടത്തിന് വെക്കുമെന്നും he never think. ദാവീദ് സിക്ലാഗി വന്നപ്പോൾ എൻ്റെ ഭാഷ ഞാനങ്ങ് പറയുകയാണേ, നമ്മളൊക്കെ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ ചിലർ എന്നോ ദൂതായിരുന്നു. ആമേ. ഞങ്ങളൊക്കെ അതുപോട്ടെ, ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ എത്ര പേര് പറഞ്ഞെന്ന് പറയാം, ഇറങ്ങിക്കോ ഞങ്ങൾ കൂടെ. പോയെടുത്ത് പിന്നെ പുല്ല് മുളിച്ചിട്ടില്ല. അന്ന് കണ്ടതാ. പിന്നെ ഇവരാരും എൻ്റെ കല്യാണം നടത്തിയപ്പോൾ അനിപ്പാസ് പറഞ്ഞു, മോനെ എപ്പോഴും പറയും തോന്നുന്നു എല്ലാ കല്യാണത്തിനും വള്ളത്തെ കയറ്റി തള്ളി വിടുകയെന്ന്. സത്യമാണ്. സുവിശേഷ വേല അത് തന്നെയായിരുന്നു. വള്ളത്തെ കയറ്റി അങ്ങ് തള്ളി വിടുമായിരുന്നു. കരുതാന്ന് പറഞ്ഞ കരങ്ങളൊന്നും. പക്ഷെ കരുത്. ഞാനിടയ്ക്ക് പറയും, മോശയുടെ പെങ്ങള് മോശയ്ക്ക് എന്ത് ഭവിക്കുമെന്നറിയാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മോശയുടെ പെങ്ങളോട് ഞാനൊരു ദൂത് പറഞ്ഞു, നീ ചിന്തിക്കുന്നൊന്നും ഭവിക്കുകയില്ല, പക്ഷെ നീ ചിന്തിക്കാത്ത ചിലത് ഭവിക്കും. മാനുഷിക കരങ്ങൾ മാറുന്നിടത്താണ് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോകുന്നത്. അതാ മുമ്പേ പാടിയ എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. ആമേൻ. ശ്രദ്ധിച്ചോ. ഇവനെ ബന്ധിക്കാൻ കയറുമായി വന്നു. സിക്ലാഗിൽ ദാവീദ് കൂടെ സഞ്ചരിച്ച് അച്ചാനാണ് അച്ഛാൻ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് വന്നവൻ ദേശവും വീടും ചുട്ടുകരിച്ചതും ഭാര്യമാരെയും മക്കളെയും തട്ടിക്കൊണ്ടുപോയതും കണ്ടപ്പോൾ അവൻ്റെ കൈവിട്ടു. എന്നിട്ട് ദാവീദിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ ഒറ്റ ഒരുത്തന ഇതിനെല്ലാം കാരണം, നിന്നെ കല്ലെറിയാൻ പോവാന്ന് പറഞ്ഞ് കല്ലെടുത്തു. ബൈബിൾ പറയുന്നു, ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ്
ഇൻ ദ ലോർഡ് ഹിസ് ഗാഡ്. തൻ്റെ ദൈവമായ യഹോവയിൽ ദാവീദ് ധൈര്യപ്പെട്ടു. എങ്ങനെ? ഏഫോദ് എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാനുള്ള ലിനൻ ക്ലോത്ത് എടുത്തുകൊണ്ട് വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ മാനസികമായി തകർന്നുപോയി. കാരണം എന്താ? കൂടെ നിന്നവനാ എതിരായത്. നിനക്ക് കൈ തരുന്നതൊന്നും സ്നേഹത്തോടല്ല, നിന്നെ ചിരിക്കുന്നതൊന്നും സ്നേഹത്തോടല്ല, നിന്നെ കരുതുന്നതൊന്നും യഥാർത്ഥ സ്നേഹത്തോടായിരിക്കില്ല. ആത്മാവിൽ നീ വിവേചിക്കണം. ഇവിടെ ശിംശോനെ കെട്ടാൻ കയറുമായി വന്നു നിന്ന് ശിംശോൻ്റെ കൈ ബന്ധിക്കാൻ പോകുമ്പോൾ ശിംശോൻ പറയുക, നിങ്ങൾ എന്നെ കെട്ടിക്കോ, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലരുത്. ഓ ദൂത് മനസ്സിലായ രാമൻ പറ, നിങ്ങൾ എന്നെ ബന്ധിച്ചോ, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലരുത്. ഞാൻ ശിംശോനോട് ചോദിച്ചു, അതെന്താ അങ്ങനെ ഒരു വാക്ക് പറയാൻ കാരണം? ശിംശോൻ എന്നോട് പറഞ്ഞു, ഇവനെ എത്ര പുതിയ കയറിട്ട് ബന്ധിച്ചാലും ഇതിനെ തുറക്കാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ കൂടെ. നിങ്ങളൊരു ആമേൻ പറയാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എത്ര പുതിയ കയറിട്ട് കെട്ടിയാലും ഇതിനെ അഴിക്കാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പകലിൽ ഏത് ആഭിചാരകൻ, ഏത് മന്ത്രവാദി, ഏത് ശകുനവാദി നിനക്കെതിരെ എഴുന്നേറ്റ് നിന്നെ ബന്ധിച്ചാലും ഭയപ്പെടേണ്ടെന്നേ, അതിനെ അഴിക്കാൻ കഴിവുള്ള ഒരുവൻ. ആമേൻ. നമ്മളെങ്ങാനാണ് ആഭിചാരം ചെയ്യുന്നവനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ 7 അയൽവക്കത്ത് കയറ്റത്തില്ല. സ്വത്രം പറ. ഞാൻ പറയുന്ന അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചൊരു ആഹാരം കൊടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അവനൊക്കെ ഇച്ചിരി കൂടെ ബലം കിട്ടണം, ദീർഘായുസ്. ഈയിടയ്ക്ക് ആരണ്ട് പറഞ്ഞു ശത്രു തകരാൻ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു നോ, അവൻ ജീവിക്കണം. അവൻ ജീവിച്ചാലല്ലേ നീ അനുഗ്രഹിക്കപ്പെടുന്ന അവൻ കാണത്തുള്ളൂ. അവനാ ദീർഘായുസ് വേണ്ടേ? കാരണം അവൻ കണ്ടുരുകണം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതല്ല. യേശുവിൻ്റെ നാമം. Come on. നമ്മളാണ് ആരെങ്കിലും ആഭിചാരം ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ 7 അയൽവക്കത്തോട് അടുപ്പിക്കുകയില്ല, മിണ്ടുകയില്ല, പോ വിശാചെന്നും പറഞ്ഞ് ഓടിക്കും. പക്ഷേ ശിംശോൻ പറയും, ബന്ധിച്ചോ, ഇഷ്ടം പോലെ ബന്ധിച്ചോ, നീ എത്ര ബന്ധിച്ചാലും അഴിക്കാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് പകൽ എന്തിനാ നീ പേടിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കൂടെ ഉള്ളവൻ ആരാന്ന് ഇന്ന് പകൽ ചിന്തയുണ്ടെങ്കിൽ അതരം തുറന്ന് പറ. എത്ര ശത്രു കെട്ടിയാലും ദൂത് ശ്രദ്ധിച്ചോ, ഓടിപ്പോവാ, സമയം തീരാറായി. ആമേ. ശിംശോനെ കെട്ടി ലേഹിയിൽ കൊണ്ടുവന്നു. ലേഹിയിൽ കൊണ്ടുവന്നപ്പോൾ ഈ ശിംശോനെ കെട്ടിക്കൊണ്ടുവന്ന, ബന്ധിച്ചു കൊണ്ടുവന്ന കാഴ്ച കണ്ടപ്പോൾ ശത്രു എന്ത് ചെയ്തു? ഇവനെ കണ്ട് ആർത്തട്ടഹസിച്ചു. ഇന്ന് രാവിലെ ഒരു ദൂത് പറയാതെ പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഓടിപ്പോയേനെ. ആമേ. നിന്നെ കണ്ട് ശത്രു ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോ. ആമേൻ. നിന്നെ കണ്ട് ശത്രു സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോ. നിന്നെ കണ്ട് ശത്രു അട്ടഹസിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോ. നിന്റെ കെട്ട് പൊട്ടാൻ സമയമായി. യേശുവിന്റെ നാമത്തിൽ അവൻ നിന്നെ നോക്കി കളിയാക്കുന്നുണ്ടെങ്കിൽ, നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ നോക്കി അവൻ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ കെട്ടുപൊട്ടാൻ സമയമായി. ആമേൻ. 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 പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അവൻ ചിരിക്കുന്നുണ്ട്, ഓർത്തോണം, എന്തൊക്കെയോ തകരാൻ സമയമായി. അവർ ആർത്തട്ടഹസിച്ച് ചിരിച്ചപ്പോൾ അവന്റെ കയ്യിലിരുന്ന കയർ ചണനൂര് പോലെ കരിഞ്ഞു, താഴെ വീണു. ശ്രദ്ധിച്ചേ. On that very moment, ആ ഒറ്റ നിമിഷം കൊണ്ട് ശിംശോൻ അവിടെ കിടന്ന കഴുതയുടെ പച്ച താടിയെല്ലാം അവൻ കരത്തിലെടുത്തു. ആമേൻ. ഇനി എന്നെ നോക്കണേ, ദൂത് അവിടെ കിടക്കുന്നേ. സിംഹം, ബാലസിംഹം അലറി വന്നപ്പോൾ ശിംശോന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ലായിരുന്നു. അവൻ്റെ അകത്ത് ആത്മാവിൻ്റെ ശക്തിയായിരുന്നു. പക്ഷെ ഇവിടെ ബന്ധനം വീണു, ബന്ധനം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇതുവരെ അവൻ ഉപയോഗിക്കാത്ത പുതിയ ആയുധം അവൻ കരത്തിലെടുക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ ദൂത് ശ്രദ്ധിച്ചിട്ട് ആരാധിച്ചു. ആരാലും അഴിക്കാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾക്കകത്ത് നിന്നെ ഇട്ട് കുടുക്കി കെട്ടിയെങ്കിൽ സ്വർഗം പറയാം, അത് അഴിയുമ്പോൾ ഇതുവരെ നീ എടുക്കാത്ത പുതിയ ആയുധങ്ങൾ, ഇതുവരെ നീ ചെയ്യാത്ത പുതിയ
യേശുവിന്റെ നാമത്തിൽ പ്രതികരിക്കുന്നവർ ഉണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് പ്രതികരിക്കുക. ഇതുവരെ നീ ചെയ്യാത്ത ശുശ്രൂഷ, ഇതുവരെ നീ ഉപയോഗിക്കാത്ത ആയുധം, ഇന്ന് പകൽ ആരുടെയൊക്കെ കയ്യിലോട്ട് ആ പുതിയ ആയുധം കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇരുന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആരാധിച്ച്, കരം തട്ടി ആരാധിച്ച്. നിന്റെ ശുശ്രൂഷ മാറുന്നു, നിന്റെ ജീവിതം മാറുന്നു, നിന്റെ പ്രാർത്ഥന മാറുന്നു, നിന്റെ അധികാരം പുതിയ ശക്തിയായി രൂപാന്തരപ്പെടുകയാണ്. ഇതുവരെ നീ പുതിയ ഉപയോഗിക്കാത്ത പുതിയ ആയുധങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ കയ്യിലോട്ട് ദൈവം കൈമാറുകയാണ്. ആരൊക്കെ തൊടുന്നു പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആരൊക്കെ തൊടുകയാണ്. പുതിയ ആയുധമായി നീ രൂപാന്തരപ്പെടുകയാണ്. പുതിയ ശുശ്രൂഷകൾ നിന്നിൽ കൈമാറുകയാണ്. പുതിയ നന്മകൾ നിന്റെ കരത്തിൽ വരികയാണ്. ഈ ബന്ധനം അഴിയുമ്പോൾ അഭിഷക്തന്മാരെ, തുറന്ന മനസ്സോടെ ഞാൻ പറയാ, അടുത്തൊരു സീസൺ ആരംഭിക്കുകയാണ്. ശുശ്രൂഷയുടെ തലങ്ങൾ ദൈവാത്മാവ് തുറക്കുകയാണ്. ഇതുവരെ ചെയ്യാത്ത അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ നിങ്ങളിലൂടെ സ്വർഗത്തിന് ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ചില ബന്ധനങ്ങൾക്കകത്ത് നിന്നെ ഒതുക്കാൻ നോക്കിയത്. പക്ഷെ ഇന്ന് ഈ വെള്ളിയാഴ്ച പകലിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. നിന്നെ ബന്ധിച്ച സകല പാരമ്പര്യ ബന്ധനങ്ങളും, ചില പൗരോഗ്യത്തെ ശക്തികൾ, ആഭിചാര മണ്ഡലങ്ങൾ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ right now ഇപ്പോൾ അഴിയുന്നു. വിശ്വസിക്കാമെങ്കിൽ ഒരു ആമേൻ പറ. ചില ബന്ധനങ്ങൾക്ക് ആമേൻ പറയണം. നീ ചില കെട്ടുകൾക്ക് ആമേൻ പറയണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഒരു പുരോഹിതനെ കാണാം. സെക്കറിയാവ് ആലയത്തെ ശുശ്രൂഷിക്കാൻ കയറി. ദൂതനിറങ്ങി, ഒറ്റ ദൂത്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയായി. പക്ഷേ സെക്കറിയാവ് തക്ക സമയത്ത് നിവൃത്തിയാകാനുള്ള ദൂത് എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. വാടഞ്ഞുപോയി, നാവടഞ്ഞുപോയി, സംസാരിക്കാൻ കഴിയാതായി. 9 മാസം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ അവന്റെ വാഗ്ദത്തം ജനിക്കുന്നത് വരെ അവന് സംസാരിക്കാൻ കഴിയാതായി. ചിലതൊക്കെ വെളിപ്പെടുന്നത് വരെ നിന്നെ ദൈവം മൗനമായിട്ടിരുത്തും. മിണ്ടിയില്ലാരും. ചിലതൊക്കെ വെളിപ്പെടുന്നത് വരെ ദൈവം നിന്നെ മൗനമായിട്ടിരുത്തും. എന്തിനാണെന്നറിയാമോ? വെളിപ്പെട്ട് ചോദിക്കുന്നതിന് മറുപടിയില്ല. ആര് ചോദിച്ചാലും ഒരക്ഷരം മിണ്ടാനില്ല. പക്ഷെ വാഗ്ദത്തം ജനിച്ചപ്പോൾ അവന്റെ വാ തുറന്നു. അടുത്ത വേട് പറയുന്നു, അപ്പോൾ മുതൽ അവൻ പ്രവചിച്ചു തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാഗ്ദത്തം ജനിക്കുന്നത് മുതൽ നിന്റെ ശുശ്രൂഷ മാറുകയാണ്. വാഗ്ദത്തം നിന്റെ വീട്ടിൽ ജനിക്കുമ്പോൾ നിന്റെ ശുശ്രൂഷ മാറുകയാണ്. നിന്റെ തലമുറയുടെ ജീവിതം മാറുകയാണ്. നിന്റെ കൂടാരത്തിന്റെ അവസ്ഥ മാറാൻ പോവുകയാണ്. ഇതൊരു പ്രൊഫറ്റിക്കൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, പ്രവചനാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഇതിനെ ആത്മാവിൽ ദേവദാസൻ പറഞ്ഞതുപോലെ അക്രമാസക്തമായി ഇതിനെ പിടിച്ചെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബലാത്കാരേണ സ്വർഗരാജ്യം പിടിച്ചെടുക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകൽ ബലാത്കാരേണ അതിനെ പിടിച്ചെടുക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ വാഗ്ദത്തം ജനിക്കുമ്പോൾ, നിന്റെ വാഗ്ദത്തം ജനിക്കാൻ പോകുകയാണ്. നിന്റെ വാഗ്ദത്തം ജനിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ റോക്കോ ശംബ്രബ ധാരാമ
എന്നോട് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പ്രവചിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു, ഈ വർഷത്തിന്റെ 9ാമത്തെ മാസം ഇതുവരെ തുറക്കാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. ഈ വർഷത്തിന്റെ 9ാമത്തെ മാസം നിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് അത് വീണ്ടും വീണ്ടും ആമേൻ എംഫസൈസ് ചെയ്ത് പറയാണ്. തുറന്ന മനസ്സോടെ ഞാൻ പറയട്ടെ, 9ാം മാസം ചില വിടുതലുകൾ നടക്കും. ശ്രദ്ധിച്ചോ, 1 നിന്റെ കെട്ടഴിയും, 2 വാഗ്ദത്തം ജനിക്കാൻ തുടങ്ങും, 3 നിന്റെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. എവിടെയൊക്കെയോ ഇതുവരെ നീ ഉപയോഗിക്കാത്ത പുതിയ ആയുധങ്ങൾ, പുതിയ ശുശ്രൂഷകൾ, Satalaba hataraba kasatalaba reke shatoroko seketele breketeria rakaman siantalaba rahatele breketelia. മതി മതി മതി, നീ കരഞ്ഞത് മതി, നീ നിലവിളിച്ചത് മതി, നീ കരഞ്ഞത് മതി. സിസ്റ്റർ, ബ്രദർ, നീ കരഞ്ഞത് മതി, അഭിഷക്തനെ കരഞ്ഞത് മതി. ആരും കാണാതെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നീറുക. എപ്പോഴാ ഈ വാഗ്ദത്തം ജനിക്കുന്നേ? എപ്പോഴാ ഇത് പുറത്തു വരുന്നേ? അതുവരെ ചോദിക്കുന്നതിന് മറുപടി പറയാനില്ലാതെ വാടയ്യ, ചോദിക്കുന്നതിന് മറുപടി പറയാനില്ലാതെ വാടയ്യ. പക്ഷെ സ്വർഗം പറഞ്ഞ അധികം നാൾ ഈ വാടഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അധികം നാൾ ഈ വാടഞ്ഞിരിക്കാൻ സ്വർഗം സമ്മതിക്കത്തില്ല. ആമേൻ. 86 സങ്കീർത്തനം 17 വാക്യം കാണാതെ അറിയാവുന്നവർ പറയുന്നേ, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരടയാളം എനിക്ക് നൽകണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിന്നെ പകയ്ക്കുന്നവർ കാണാൻ പോകുകയാണ്, നിന്നെ നിന്ദിച്ചവർ കാണാൻ പോകുകയാണ്, നിന്നെ പരിഹസിച്ചവർ കാണാൻ പോകുകയാണ്. നന്മയുടെ അടയാളം. എലിസബത്തിന്റെ ഗർഭത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദൂത് മാറിപ്പോന്നാലും സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ജനനം നടന്നത്. പക്ഷെ ഉരുവായ ജനനം ദൈവത്താലാണെന്ന് ദൈവം ഉറപ്പിക്കാൻ വേണ്ടി 6ാം മാസം മറിയെ ദൈവം എലിസബത്തിന്റെ വീട്ടിലോട്ട് വിട്ടു. ദൂത് മനസ്സിലായവർ ആമേൻ പറ. നിനക്ക് ദൈവം നൽകിയ ദൈവിക വാഗ്ദത്തം ദൈവികമാണെന്നും അത് ചലനം ഉണ്ടെന്നും അത് ദൈവം പറഞ്ഞിട്ടാണ് നീ ചെയ്തതെന്നും ദൈവം പറഞ്ഞിട്ടാണ് നീ ചുമക്കുന്നതെന്നും നിനക്കും കൂടെ ഒരു ഉറപ്പ് വരാൻ ചിലതിനെ നിന്റെ വീട്ടിലോട്ട് ദൈവം അയക്കും. ആമേൻ. ആ മറിയ എലിസബത്തും കൂടെ കണ്ടപ്പോ ഉണ്ടല്ലോ, വാഗ്ദത്തം അകത്ത് കിടന്ന് തുള്ളാൻ തുടങ്ങി. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ഞാൻ സ്വർഗത്തിലെ ആത്മാവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ദൂത് കൈമാറുകയാ. ആമേൻ. നിന്റെ അകത്ത് കൈമാറിയത് ദൈവികമാണെന്ന് വെളിപ്പെടുത്താൻ
അത് ചലനമറ്റില്ലെന്ന് കാണിക്കാൻ ചെറിയ ചെറിയ ചലനങ്ങൾ ദൈവം തുറക്കാൻ പോകുകയാണ്. അത് എന്തിനാണെന്നറിയാമോ? അതിന്റെ പൂർത്തീകരണത്തിൽ അത് പുറത്തു വരാം. ചെറിയ ചെറിയ ചലനങ്ങൾ മതി. എൻ്റെ വൈഫ് കൺസീവ് ആയപ്പോൾ 7-ാം മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ, എല്ലാവർക്കും അറിയാം എന്നാലും പറയാ, 7-ാം മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സൂക്ഷിച്ചോണം, മൂവ്മെന്റ് എന്ത് ചെയ്തോണം, കൊച്ചു ചലിക്കുന്നുണ്ടോന്ന്. അയ്യോ, നിങ്ങളാരും പ്രസവിച്ചിട്ടില്ലയോ? കൊച്ചു ചലിക്കുന്നുണ്ടോന്ന്, അനങ്ങുന്നുണ്ടോന്ന് പറ. എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം ഈ ചലനം ശ്രദ്ധിച്ചോണെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് ജീവനുണ്ടെന്ന് അർത്ഥം. അപ്പം നിൽക്കാതെ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടെങ്കിൽ അത് ചലിച്ചോണ്ടായിരിക്കുന്ന ജീവനുണ്ട്. വാക്തത്വത്തിന് അല്പനാളൂടെ ഒന്ന് കാത്തിരുന്നാൽ മതി. ഈ ചലനം ഒരു വാക്തത്വമായിട്ട് മനസ്സിലായവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാൽ മതി. അല്പനാളും കാത്തിരിക്കണം. ഇപ്പൊ അല്പം ചലനേ ഉള്ളൂ, പക്ഷേ നീ പോലും പ്രതീക്ഷിക്കാത്തതൊന്ന് അകത്തുനിന്ന് പുറത്തു വരും. അന്ന് നിനക്ക് പറയാൻ പറ്റുന്ന വാക്കാണ്, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായിട്ടൊരടയാളം. ഞാൻ നിർത്തട്ടെ. ആമേൻ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? നിർത്തുന്നതിലല്ലോ. വാസ്തവമായിട്ട് ഇതിനകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. അവൻ്റെ കയ്യിലെ കെട്ടഴിഞ്ഞു. പുതിയ ആയുധം, കഴുതയുടെ പച്ചത്താടിയെല്ലാം അവൻ്റെ കരത്തിലെടുത്തു. കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 1000 പേരെ സംഹരിച്ചു. 1000 പേരെ സംഹരിച്ചു. 1000 പേരെ കൊന്നവൻ, കെട്ടഴിയപ്പെട്ടവൻ, പുതിയ ആയുധം കയ്യിലെടുത്തവൻ അടുത്ത നിമിഷം ദാഹത്താൽ കരയാൻ തുടങ്ങി. ശിംശോൻ ദാഹിച്ച് കരയാണ്. എന്നിട്ട് അവിടെ അവൻ കരഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, ഞാൻ കൊന്നൊടുക്കിയ ഈ ഫിലിസ്ത്യന്മാരെ പോലെ ഞാനും ഈ മണ്ണിൽ തകർന്നു വീഴുവോ? ഞാനും. ഒരിക്കൽ നീ ശക്തമായി ചിലതിനെ തകർത്ത് കളഞ്ഞ മണ്ണ് ഇന്ന് നിന്റെ മരണത്തിൻ്റെ മണ്ണായി മാറത്തക്ക വിധത്തിൽ സാഹചര്യം മാറി. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ നീ ആ മണ്ണിൽ ജീവനോടെ നിന്ന് ചിലതൊക്കെ ചെയ്തതാണ്. ഒരിക്കൽ ആ മണ്ണിൽ നീ നിന്ന് ചിലതൊക്കെ ശക്തമായി ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ആ മണ്ണ് നിന്റെ ശവകുടീരമാകുമെന്ന് ഏതൊക്കെയോ ശക്തികൾ നിന്ന് വാദിക്കുകയാണ്. എനിക്ക് തരാമോ ഏ മേജർ? ആമേൻ. ആ ശക്തി നിന്നെ തകർക്കുമെന്ന്, അതേ മണ്ണിൽ നിന്നെ കുഴിച്ചു മൂടുമെന്ന്, നീ 1000 പേരെ കൊന്ന, നീ ശത്രുവിനെ തകർത്ത, നീ ജയാളിയായ, നീ ഒരിക്കൽ തല ഉയർത്തി നിന്ന അതേ മണ്ണ് നിന്റെ പരാജയത്തിൻ്റെ, നിന്റെ തോൽവിയുടെ, നിന്റെ അവസാന ശ്വാസത്തിൻ്റെ മണ്ണാകുമെന്ന് പിശാച് വാദിച്ചു നിൽക്കുമ്പോൾ ശിംശോൻ കരയാൻ തുടങ്ങി. ഇന്ന് രാത്രി, ഇന്ന് പകൽ അങ്ങനെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പാർക്കുന്ന മണ്ണ് എൻ്റെ അവസാന മണ്ണായി മാറുമോ? അവിടെ എൻ്റെ ജീവൻ അവസാനിക്കുമോ? ഞാൻ ഒരിക്കൽ തല ഉയർത്തി നിന്ന മണ്ണ്, ഒരിക്കൽ എൻ്റെ ജയമായി മാറി നിന്ന മണ്ണ്, ഇപ്പോൾ ഞാനവിടെ തകർന്നു വീഴുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാണ്, ശിംശോൻ കരയാൻ തുടങ്ങി. ശിംശോൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ കരഞ്ഞ മണ്ണിൽ ദൈവം അവന് വേണ്ടി ഒരു കുഴി പിളരുമാറാക്കി. ദൈവം അവന് വേണ്ടി ഒരു കുഴി, ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ശ്രദ്ധിച്ചേ, നീ എവിടെ കരഞ്ഞോ
അവിടെ ദൈവം നിനക്ക് വേണ്ടി ആ തീരുമാനം വേണമായിരുന്നോ? ആ ഡിസിഷൻ തെറ്റായിപ്പോയോ? ഞാൻ എടുത്ത ആ ചുവട് തെറ്റായിരുന്നോ എന്ന് ചിന്തിക്കുന്നത് പോലെ ശിംശോൻ മുട്ടുമടക്കി കരയാണ്. ആ കരഞ്ഞ മണ്ണിൽ സ്വർഗ്ഗം അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു കുഴി പിളരാൻ പോവാണ്. ഞാൻ ശാന്തമായി പറയുന്നതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തറയ്ക്കുന്നുണ്ടെന്ന് എനിക്കൊരു വിശ്വാസം. ജോഷ്യ എവിടെ കരഞ്ഞോ അവിടെ നിനക്ക് വേണ്ടി ഒരു കുഴി. ഓ ഹല്ലേലൂയ പാടി ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. അതിനകത്ത് ഒരു സ്റ്റാൻസ ഇല്ല ലാലു പാസ്റ്ററെ, എൻ ദാഹം തീർക്കുന്ന ജീവ നദി ഉണ്ടെന്നും. എവിടെയൊക്കെയോ ദാഹിച്ച് നീ കരയുന്നുണ്ടോ? ഇന്ന് പകലെ സ്വർഗ്ഗം നിങ്ങളെ തൊടാൻ പോവാ. അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരെയൊക്കെ തൊടുകയാണ്. എൻ്റെ ദൂത് തീർന്നിട്ടില്ല, ഞാൻ അതിലേക്ക് വരിക. ഒരു നിമിഷം കണ്ണടച്ചു. തീർന്നിട്ടില്ല, മെസ്സേജ് തീർന്നിട്ടില്ല. ഞാൻ വരിക. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ പ്രസംഗിക്കും. എന്തോ നിയോഗം അങ്ങനെ തരികയാണ്. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഓരോ നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഓരോ നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിടും ആ ഭുജബലം എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ ശലം ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ശ്രദ്ധിച്ച ഒറ്റ ദൂത് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു ഉറവ ദൈവം തുറക്കുകയാണ്. ഇതിനകത്ത് നിൽക്കുന്ന ചിലരോട്, മോളെ ദൈവം നിന്നെ ഒരു ആയുധമാക്കി മാറ്റുകയാണ്. ഏതൊക്കെയോ അമ്മമാർ ഇതിനകത്ത് കരയുന്നുണ്ടല്ലോ. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി. ഹാഗർ കരഞ്ഞപ്പോൾ ഹാഗറിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നെങ്കിൽ, എൻ്റെ മുഖത്തേക്ക് നോക്കിയേ. മോനെ ശിംശോൻ കരഞ്ഞു. എന്താ കരഞ്ഞു ചോദിച്ചാ, പ്രാണഭയത്തിൽ മരണം കണ്ടുകൊണ്ട് ഇനി എനിക്ക് മുൻപോട്ടില്ല, ഇവിടെ എൻ്റെ അവസാനമാണ്, ഇവിടെ എൻ്റെ അവസാനമാണ്, ഇനി മുൻപോട്ട് എനിക്ക് ജീവിതമില്ല. ശിംശോൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ അവിടെ അവന് വേണ്ടി ഒരു കുഴി പിളരുമാറാക്കി.
ഇനി എൻ്റെ ദൂത് ഒറ്റ വേടി ഞാൻ നിർത്തുകയാണ്. ആ ഉറവയ്ക്ക് അവനൊരു പേരിട്ടു, ഏൻ ഹക്കോരെ. പറ, ഏൻ ഹക്കോരെ. ആ ഉറവയ്ക്ക് അവനൊരു പേരിട്ടു, ഏൻ ഹക്കോരെ. ശ്രദ്ധിച്ചു കേൾക്കണേ. ലേഹി അതിനർത്ഥം താടിയെല്ലുകളുടെ താഴ്വര എന്നാണ്. ലേഹിയുടെ അർത്ഥം താടിയെല്ലുകളുടെ താഴ്വര എന്നാണ്. താടിയെല്ലുകളുടെ താഴ്വരയ്ക്കകത്ത് ഒരുവൻ മരണം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഒരു ഉറവ തുറന്നു. അതിനവൻ ഏൻ ഹക്കോര എന്ന് പേരിട്ടു. ഏൻ ഹക്കോരയുടെ അർത്ഥം എന്നാണെന്നറിയാമോ? കരഞ്ഞവന് വേണ്ടി തുറന്ന ഉറവ. യേശു കരഞ്ഞവന് വേണ്ടി തുറന്ന ഉറവ. ഇന്ന് രാത്രി, ഇന്ന് രാവിലെ ആർക്കൊക്കെ വേണ്ടി ആമേൻ ഒരു കുഴി പിളരുകയാണ്. കരഞ്ഞ നിനക്ക് വേണ്ടി, കരഞ്ഞ നിനക്ക് വേണ്ടി, നിലവിളിച്ച നിനക്ക് വേണ്ടി. കരഞ്ഞ നിനക്ക് വേണ്ടി, കരഞ്ഞ നിനക്ക് വേണ്ടി എന്നോട് പരിശുദ്ധമ്മ ഒരു ഉറവ തുറക്കാൻ പോവാണ്. ഏൻ ഹക്കോരെ, കരഞ്ഞവന് വേണ്ടി തുറന്ന ഉറവ. എല്ലാവർക്കും വേണ്ടി തുറക്കുമെന്ന് ഞാൻ പറയത്തില്ല ജോഷ, കരഞ്ഞവന് വേണ്ടി തുറക്കുന്ന ഉറവ. ഇന്ന് പകലെ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു വാതിലും അടയാൻ സ്വർഗ്ഗം അനുവദിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഏത് പൈശാചികൻ, ഏത് മന്ത്രവാദി, ഏത് ആഭിചാരകൻ, ഏത് ശകുനവാദി നിനക്കെതിരെ എഴുന്നേറ്റാലും ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ, നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ, നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ, നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ ഒരു അന്ധകാര മണ്ഡലത്തിന് കഴിയത്തില്ല, ഒരു പൈശാചിക മണ്ഡലത്തിന് കഴിയില്ല. യേശുവിൻ്റെ നാമത്തിൽ അഴിയുന്നു, അഴിയുന്നു ആ ദൈവശക്തിയാൽ. ഇന്ന് പകലിൽ ചില ദൈവത്തിന്റെ കരം ഓ റക മാന ശബ്ദേ രഗദേ വൈഡേ രഗദേ ജീവനീരിൽ നിന്നും കുടിക്കും. ഓ പാറയിൽ നിന്നു തേൻ പൊഴിയും. ശക്തിയോടെ ജീവനീരിൽ നിന്നും കുടിക്കും. ഓ മരുഭൂ പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂ പ്രയാണം കഴിയും വരെയും മറക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമായി. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമായി. കാഴ്ചയിൽ എന്നെ ഓർത്തവരെ, വീഴ്ചയിൽ നീയെ കാത്തവരെ. ഓ കാഴ്ചയിൽ എന്നെ ഓർത്തവരെ, വീഴ്ചയിൽ നീയെ കാത്തവരെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ വാഴ്ചയകി നിത്യം ചേർത്തവരെ. കാഴ്ചയാലല്ല വിശ്വാസത്താലെ വാഴ്ചയകി നിത്യം ചേർത്തവരെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. ഒന്നിലും പതറിടരുതേ, വഴി പോയിടിലും. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നിന്നോടു കൂടെ, എന്നും അവൻ നിന്നെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നിന്നോടു കൂടെ, എന്നും അവൻ നിന്നെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമാ. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടരുതേ. ഒന്നിലും പതറിടരുതേ, കണ്ണീരിൽ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ ഓടും എന്നും അവൻ നമ്മെ വഴി നടത്തും. ഓ മന്നരിൽ മന്നവൻ നമ്മോടു
ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ ചിറകടിയിൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഓ ഇവ നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ഓ ചിലത് തുറക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അടഞ്ഞ സകല വാതിലുകളും അടഞ്ഞ സകല ഉറവകളും ഉറവ കണ്ണി വെട്ടി തുറന്ന ഒരു ഉറവ പുറത്തു വരുന്നത് പോലെ in the name of Jesus. ശിംശോന് വേണ്ടി ഒരു കുഴി പിളരുമാറാക്കി അതിനകത്തുനിന്ന് ഒരു ഉറവ തുറന്നു. അടുത്തൊരു വേട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. അവൻ ആ വെള്ളം കുടിച്ചപ്പോൾ അവൻ ചൈതന്യം പ്രാപിച്ചു. എവിടെ നീ മരിക്കുമെന്ന് പറഞ്ഞു അവിടെ നീ ചൈതന്യം പ്രാപിക്കാൻ പോകുക. യേശുവിന്റെ മനസ്സിലായവരെ മാത്രമേ പറ. നിന്റെ അവസാന ശ്വാസം എന്ന് പറഞ്ഞെടുത്ത് ദൈവം പുതിയ ചൈതന്യം നിന്റെ മേൽ കൈമാറാൻ പോകുകയോ. ഒരു ഇസബേലിന്റെ വെല്ലുവിളി കേട്ട് ശ്രദ്ധിച്ചേ. ഒരു ഇസബേലിന്റെ വെല്ലുവിളി കേട്ട് ആമേൻ ഒരു ഭക്തനായ മനുഷ്യൻ മരിക്കാനിരുന്നപ്പോൾ സ്വർഗ്ഗം അവന്റെ അടുക്കൽ അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊണ്ടേ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തിന്നുക കുടിക്കുക, തിന്നുക കുടിക്കുക. ഞാൻ ഇന്ന് പകലിൽ പറയട്ടെ, എന്നെ തിന്നുന്നവൻ അവന്റെ രക്തത്തിന് നീ പങ്കാളിയാകുമ്പോൾ നിന്റെ അകത്ത് ചൈതന്യം മാത്രമല്ല ജീവനും വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ആ നദി എവിടാണ്? ആ നദി നമ്മുടെ ഉള്ളിലാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ പറ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെയാണ് ആ നദി നിന്റെ അകത്തുണ്ട്. നീ എവിടെ മാടിപ്പോകുന്ന? നോ 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 നോ. 2025 കൊല്ലം മുമ്പ് കാൽവറി ക്രൂശിൽ എനിക്ക് നിനക്ക് വേണ്ടി യാഗമായി തീർന്നവൻ ചൊരിഞ്ഞ ചോരയുടെ രക്തത്തിന്റെ ശക്തിയാൽ വിലക്കി വാങ്ങി എന്റെയും നിന്റെ അകത്തുനിന്ന് ആ ജീവജല നദി പുറപ്പെടുന്നുണ്ടെങ്കിൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. ഒരു മനുഷ്യനും നിന്നെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ചൈതന്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുക. എല്ലാ കണ്ണുകൾ അടച്ചേ. ഐ നോ ടൈം ഈസ് ഓവർ, സമയം പോയി. എല്ലാ കണ്ണുകൾ അടച്ചേ. താങ്ക് യു ലോർഡ് ജീസസ് ലോർഡ്. പാറയിൽ നിന്നു തേൻ പൊഴി ജീവനീരിൽ നിന്നും കുടിക്കും. പാറയിൽ നിന്നും ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കുമവൻ നമ്മെ ചിറകടിയിൽ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ മഹനീയമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും നന്ദി പറയുകയാണ്.
ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആലയത്തിൽ പ്രഭാതത്തിൽ അടുത്തു വരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തന്നു. പാടുവാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളെ ശ്രദ്ധിപ്പാൻ, കർത്താവേ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഇന്ന് പകലിലും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ അഭിഷക്തന്മാരെ കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. ശുശ്രൂഷകൾ അനുഭവിപ്പാൻ അങ്ങയുടെ ജനത്തെ ദൈവം കൂട്ടിവരുത്തി. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അനേകായിരങ്ങൾക്ക് ഈ ആത്മീയ ശുശ്രൂഷയുടെ പങ്കാളിത്തം വഹിപ്പാൻ സ്വർഗമിടയാക്കിയതിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകലിൽ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തെ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് കർത്താവെ തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ ഞങ്ങൾ കേട്ട ദൈവവചനത്തിന്റെ വിടുതലുകൾ ചില മാസങ്ങൾക്കകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ സ്വർഗമിടയാക്കുന്നതിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാ. അങ്ങയുടെ അഭിഷക്ത അല്ലെങ്കിൽ തന്റെ വായിലൂടെ പുറത്തു വന്ന ദൈവവചന പ്രവചന ശബ്ദത്തെ ഇന്ന് പകലിൽ ഞങ്ങളത് ഏറ്റെടുക്കുന്നു നാഥ. ഞങ്ങളുടെ സഭയ്ക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. തളർന്നു കിടക്കുന്ന ചില കുടുംബങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തിയുടെ ഉറവകൾ തുറക്കുന്നതിനായി ഒരാളെ കൊണ്ട് മണ്ണിട്ട് മൂടാൻ കഴിയാത്തതുപോലെ ചില ഉറവകൾ പൊട്ടി പിളരുമാറാകട്ടെ. യേശുവിന്റെ നാമത്തില് ആ വചനത്തിന്റെ വിടുതൽ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, ഏപ്രിൽ മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങളത് റിസീവ് ചെയ്യുന്ന നാഥ. കുടുംബങ്ങൾക്കകത്ത് അലതല്ലട്ടെ, മഹത്വമായി വിടുതലായി ആവരിക്കട്ടെ കർത്താവേ. തലമുറകളുടെ നടുവിൽ അത് വിടുതലായി വ്യാപരിക്കണം. രോഗാവസ്ഥയിൽ അത് വിടുതലായി വ്യാപരിക്കണം. കടഭാരത്തിൽ അത് വിടുതലായി വ്യാപരിക്കണം. സകല മേഖലകളിലും കർത്താവേ ആ വചനത്തിന്റെ വിടുതൽ വ്യാപരിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ എന്നപ്പനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ പ്രവർത്തിക്കുന്നതിനായി നന്ദി. കർത്താവെ, ചില കുടുംബങ്ങൾക്കകത്ത് കർത്താവെ അടുത്ത 9 മാസങ്ങൾക്കകം വിടുതലുകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തില് ഞങ്ങളത് വിശ്വസിക്കുന്ന നാഥ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ആ ജീവജല നദികൾ ഒഴുകട്ടെ. ഇത് കടന്നു ചെല്ലുന്നിടത്ത് ചലിക്കാത്ത മണ്ഡലങ്ങളെ അത് ചലിപ്പിക്കുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. വാട്ടം തട്ടാതെ ദൈവത്തിന്റെ കൃപയിൽ ദൈവം ഞങ്ങളെ നിർത്തിയാട്ട്. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഞങ്ങൾ ചില മേഖലകളിൽ ആയുധങ്ങളായി തീരണം. ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ പുതിയ ആയുധങ്ങളെ തരണം. ചില മേഖലകളെ കീഴടക്കുവാനുള്ള ആത്മീയ ആയുധങ്ങളായി ഞങ്ങൾ തീരുവാനേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറയാൻ അങ്ങയുടെ അഭിഷക്തനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചല്ലോ. നിന്റെ മകനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് നിന്റെ മകന്റെ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ. സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസനെയും കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകലിൽ ഈ വചനം നിന്റെ മകന്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരണം. സൺഡേ ഇവിടെ കർത്താവേ നിന്റെ മകനെ ശക്തമായി ഉപയോഗിക്കണമേ കർത്താവേ. കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹാലിൽ കടന്നു വന്ന ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ജീസസ് വോയിസ് കുടുംബത്തെ അങ്ങയുടെ ആലയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അഭിഷക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കും. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഈ വചനത്തിന് നിവർത്തി അടുത്ത ദിവസങ്ങളിൽ കണ്ട് സന്തോഷിക്കത്തക്കവണ്ണം നന്മയ്ക്കായി ദൈവ അടയാളങ്ങളെ ചെയ്യുന്നതിനായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ബലത്തോടെ ഞങ്ങൾ കടന്നു പോകുന്നു. പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞായറാഴ്ച ഒന്നിച്ചു വന്ന് അങ്ങേ ആരാധിപ്പാൻ കൃപ തരും. മഹത്വമെല്ലാം കുഞ്ഞാടിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തും. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസം, കൂട്ടായ്മ, കാവല് ഇന്ന് പകലിൽ കേട്ട ദൈവവചനത്തോടും ദൈവവചനം സംസാരിച്ച ബഹുമാന്യ കർത്തുദാസനോട് കുടുംബത്തോടും ദൈവവചനം കേട്ട എല്ലാ ദൈവമക്കളോടും കൂടെ കർത്താവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്ന് പോലെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.